ഈ ഈസാ ഇബ്നു മാലിക്കുൽ ഖൗലാനി എന്ന് പറയുന്ന ആ മനുഷ്യൻ മസ്ജിദുൽ അഖ്സായിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കയറി ചെന്നു. ശ്രദ്ധിച്ചോട്ടോ, ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഉസ്താദ് തന്ന വഅദ് നിങ്ങൾക്ക് മതി, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് 3 സ്ഥലത്തിൽ പിരിയും. ഇദ്ദേഹം അങ്ങോട്ട് പള്ളിയിലേക്ക് കയറി ചെന്നപ്പോൾ പള്ളിക്കകത്ത് ഒരാളിരിക്കുകയാണ്. ഈ ആളെ കണ്ട മാത്രയിൽ ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ ഇരിക്കുന്നത് ഒരാളാണ്. അങ്ങനെ ഈ ആളെ കണ്ടപ്പോൾ മനസ്സിലായി ഇരിക്കുന്നത് ആളാണ്. ഈ ആണുങ്ങളെ അറിയുന്നൊക്കെ കാരണവന്മാരും അറിയില്ലേ, അത് തന്നെ ഇതിനകത്തുള്ള സംഭവം. ഇത് ടൈ കെട്ടിയ ആളൊന്നും അല്ല ഇപ്പം അവിടെ ഇരിക്കണേ. മുടിയെല്ലാം പൊടി പുരണ്ടതാണ്, കണ്ണുകൾ രണ്ടും കുഴിയിലേക്ക് ആണ്ടവനാണ്, കവിൾത്തടൻ രണ്ടും ഒട്ടിച്ചേർന്നവനാണ്, തൊലിക്കു മുകളിൽ ഞരമ്പുകൾ തടിച്ച മനുഷ്യനാണ്, മുട്ടപൊക്കിളിന്റെ ഇടയിൽ മാത്രം ഒരു കറുത്ത തുണി ചുറ്റിയതായ മനുഷ്യനാണ്. ആ മനുഷ്യനിങ്ങനെ കരഞ്ഞിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ ഈ കയറി ചെന്ന ബഹുമാനപ്പെട്ട ഈസാ ഇബ്നു മാലിക്കുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഈ ഇരിക്കുന്നതൊരു മനുഷ്യനാണ്. ഉണ്ടാവും അല്ലാണ്ട് നമ്മൾ പറയും മനസ്സിലാക്കിയതുപോലെ സൂട്ടും കോട്ടും ഒന്നും ഇട്ടേക്കണ ആളൊന്നും അല്ല ഇത്. ഇതാണിപ്പോൾ വേഷം. അപ്പം നമ്മ പലരുമൊക്കെ ഇങ്ങനെയുള്ള വേഷമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിലയിരുത്തും? ഒരു ഭ്രാന്തൻ, ഒരു ഭ്രാന്തനായിരിക്കണമെന്ന്. എൻ്റെ ബഹുമാനികളെ, അവർക്കൊക്കെ ഉള്ളതുപോലെയുള്ള ഭ്രാന്തൊക്കെ നമുക്കും വന്നാലേ നമ്മൾ ശരി മനുഷ്യനാവുള്ളൂ കേട്ടോ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദ് നബവിയിൽ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങൾ ഇറാഖുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ആൾക്കാർ കൈവയ്ക്കി. കർണ നാട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കി പിടിച്ചോണ്ടിരിക്കും, ബാക്കിയുള്ള കൈയെത്താൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് ആൾക്കാർ ബാക്കിയായി. നിങ്ങൾ ആ ഗ്രാമവാസികളാണോ? അതെ. നിങ്ങളവിടെ ഉവൈസ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഒരാൾ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ആ യൂഫ്രട്ടീസ് നദിയിലേക്ക് ഇങ്ങനെ എപ്പോഴും നോക്കിയിരുന്ന് സമയത്ത് പല്ലും തേക്കില്ല, താടി ഒതുക്കൂല, മര്യാദയ്ക്കൊന്നും ഡ്രസ്സും ചെയ്യില്ല. ആ ഭ്രാന്തനെ പറ്റിയാണോ ചോദിക്കുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. ഇത് മഹാനവറുകൾ പറഞ്ഞു, ഈ മദീനത്തെ ഏറ്റവും വലിയ ഗോത്രമാകുന്ന ഇന്ന 2 ഗോത്രത്തിൻ്റെ ആടുകളുടെ ശരീരത്തിലുള്ള രോമത്തിൻ്റെ എണ്ണത്തിനുള്ള മനുഷ്യരെ കണ്ടാ. അപ്പോൾ എന്തോരം മനുഷ്യന്മാരാ! അല്ലാഹു തആല അദാബിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നീക്കുന്നത് ഉവൈസിൻ്റെ ശുപാർശ കൊണ്ടിട്ടാണെന്ന് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യൻ്റെ വേഷം ഇങ്ങനെ തന്നെയായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ഇതും ഉണ്ടോ. അല്ലാണ്ട് സൂട്ടും കോട്ടും ടൈയൊന്നും കെട്ടിയാലൊന്നും ആളായിക്കൊള്ളുന്നില്ല ബഹുമാനികളെ. നമ്മളൊക്കെ പലരൊക്കെ അങ്ങനെയൊക്കെ മനസ്സിലാവണത്. ഓ, അവനോ നല്ലൊരു ഗമയുള്ളൊരു ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് ഈ റൊട്ടിക്കൊണ്ട് ചെറുപ്പക്കാരൻ പോയാൽ ഇപ്പം നമ്മപ്പം എന്താപ്പം അയാളെ പറ്റി പറയാ? ഓ, അവൻ ആരാടാ പോണേ കലങ്കേലുന്നുണ്ട്. അവൻ പോണത് നമ്മുടെ സുലൈമാൻ്റെ ഇറക്കനാണുള്ളപ്പോൾ അവനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നോ, പിന്നെ എന്ത് പൂട്ടീസായിട്ടേക്കണേ. അവൻ്റെ പാനൊക്കെ കുടവേറൊക്കെ ചേട്ടില്ല, പിന്നെ ഗൾഫിൽ പോയാൽ പിന്നെ കുടവേറ് ചേട്ടാണ്ടിരിക്കും. ഓ, അവന് നല്ല ഗമയാണല്ലോടാ. പിന്നെ വേണ്ട, ഒരാളെ പറ്റി വിലയിരുത്തിനെ കാണണേ. എന്താടോ മനുഷ്യൻ്റെ യോഗ്യത? പറ, എന്താ യോഗ്യത? ഈ യോഗ്യത പറഞ്ഞതായ ആ മനുഷ്യൻ 3 ദിവസം കുളിക്കാതെയോ പല്ല് തേക്കാതെ ഇരുന്നാൽ സലിമാമങ്ങൾ ചോദിക്കണതാ, എടാ നീ വലിയ മനുഷ്യനാണെന്ന് അവകാശപ്പെടണ്ടല്ലോ, നിനക്ക് മൃഗത്തിന്റെ വൃത്തി ഉണ്ടോടാ? ഓ, ഭയങ്കര ചോദ്യം ചോദിക്കണം കേട്ടോ. വാമശിലാരെ ചോദ്യമല്ല ഇത്. സലിമാമ തങ്ങൾ ചോദിക്കുകയാണ്, എടോ നീ വലിയ മനുഷ്യനാണെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ, മൃഗത്തിന്റെ വൃത്തി നിനക്കുണ്ടോ? മൃഗത്തിന്റെ ബുദ്ധി നിനക്കുണ്ടോ? മൃഗത്തിന്റെ വിവേകം നിനക്കുണ്ടോ? ഓ, മഹാനവറുകൾ ഇങ്ങനെ വിശദീകരിക്കുന്നത് കേട്ടാൽ നമ്മൾ തന്നെ താഴത്തേക്ക് ഇരിക്കും ബഹുമാനികളെ. 4 കാലിയാണ് എന്നേക്കാളും നല്ലതെന്ന് സ്വയം സമ്മതിച്ചു പോകും. ഉണ്ടോ? സലിമാമങ്ങളുടെ വിശദീകരണം ഇത്, എൻ്റെ വിശദീകരണമല്ല. എടാ നീ വൃത്തിയുണ്ടെന്ന് പറയണ്ടല്ലോ. ഇപ്പം ഈ പറയപ്പെട്ട സാധനം 3 ദിവസം പല്ല് തേക്കാതിരുന്നാൽ, 3 ദിവസം കുളിക്കാതിരുന്നാൽ, 3 ദിവസം വസ്ത്രം മാറാതിരുന്നാൽ എന്താ മാനികളെ ഇപ്പം അയാളുടെ അവസ്ഥ? നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞല്ലോ അവൻ്റെ ഫോറി സ്പ്രേ അവൻ അടിച്ചേക്കണം, എന്ത് സുഗന്ധം, അവൻ്റെ പാൻറ്റെന്ത്, അവൻ്റെ കോട്ടെന്ത്. 3 ദിവസം കഴിഞ്ഞിട്ട് ഈ കോലത്തിലുള്ള അവൻ്റെ അടുത്തേക്കൊന്ന് ചെന്ന് നോക്കി, ഒന്ന് അസ്സലാമു അലൈക്കും പറയാം, വലൈക്കും അസ്സലാം പറയാൻ ചുണ്ടനക്കുമ്പോൾ വായിന്ന് വന്ന ദുർഗന്ധം കൊണ്ട് നീ മൂക്കുവത്തി പുറകോട്ട് മാറും. കാരണം എന്താ, 3 ദിവസമായി ഭയം പല്ലി വെച്ചിട്ട് എന്താ നാറിയില്ലേ? അതുപോലെ തന്നെ പെണ്ണിനെയും
വലിയ സുന്ദരിയാണ് അവൾ ഇട്ടേക്കണത്, അതാ ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം ചെറുപ്പക്കാർ പിള്ളേർ. നമ്മുടെ പിള്ളേരാണല്ലോ ഇപ്പോൾ കൂടുതൽ കലകേലിക്കുന്നത്, ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ ജോലിയുണ്ട്. രാത്രി ആയാലും പകലായാലും കലങ്കേല നമ്മുടെ മക്കളൊക്കെ. അപ്പം ഇങ്ങനെ റോട്ടിൽ കൂടെ പോരും, അവിടെ ആയിരിക്കും അന്തറും മൂത്രം വയ്ക്കാൻ അന്തറും മുള്ളിത് മഴ അതേ വന്നുണ്ടാ ഒരാൾ വന്നുണ്ട് കേട്ടോ. അവൻ പകുതി മുള്ളിയിട്ട് അടിച്ചു അല്ലേ, എന്നിട്ട് അങ്ങ് തുടങ്ങും എല്ലാവരും കൂടെ. എന്തുട്ടോളോ അല്ലോ അതിൻ്റെ അത് ഇത് മറ്റത് മറിച്ചത് അങ്ങനെ ഇങ്ങനെ കൊങ്ങനെ ഇതിങ്ങനെ മധുഹ് ചെയ്ത് അങ്ങോട്ട് പോവാണ് കേട്ടാ. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. എൻ്റെ ബഹുമാനികളെ, ഈ മധുഹ് ചെയ്ത സാധനം 3 ദിവസം ഒന്ന് പല്ലിയേക്കാണ്ടിരിക്കട്ടെ, 3 ദിവസം ഒന്ന് കുളിക്കാതിരിക്കട്ടെ, 3 ദിവസം ഒന്ന് ഡ്രസ്സ് മാറ്റാതിരിക്കട്ടെ, അടുത്തേക്ക് ചെല്ലുമ്പോൾ കക്ഷത്തിന്ന് വിയർപ്പ്, വായിന്ന് ദുർഗന്ധം, കണ്ണിൻ്റെ ഇടയ്ക്ക് പീള, മൂക്കിന്ന് മൂക്കട്ട. ഇല്ലേ ഹാറൂൺ റഷീദ് തങ്ങളുടെ കൊട്ടാരത്തിലെ ഒരു തോഴീനെ ഇങ്ങനെ മഞ്ചലെ കൊണ്ടുപോകുമ്പോഴാ അള്ളാഹിൻ്റെ ആരിഫായ ഒരു മകൻ ചാടിയും കൂടെ വന്നിട്ട്, എടീ നിന്നെ കെട്ടിക്കോട്ടെ എന്ന്. രാജാവിൻ്റെ തോഴിയായി എന്നെ നീ കെട്ടാനോ? നിൻ്റെ കയ്യിൽ എന്താ ഉള്ള മഹർ? 3 പൊട്ടക്കാരയ്ക്ക ഉണ്ടെന്ന്. മഹർ 3 പൊട്ടക്കാരയ്ക്ക. ഇത് കോടതി ചെന്നു, കൊട്ടാരത്തിൽ ചെന്നു. ആക്ഷേപിച്ച വയസ്സനെ വിളിച്ചു വരുത്തി. മനുഷ്യ, എൻ്റെ തോഴീനെ നിങ്ങൾ ഈ രീതിയിൽ ആക്ഷേപിച്ചോ? ഞാൻ ആക്ഷേപിച്ചല്ല ചക്രവർത്തി, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെ ചോദിച്ചതാണ്. മഹർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 3 പൊട്ടക്കാരയ്ക്ക തരാം. എന്താ പൊട്ടക്കാരയ്ക്ക കൊടുക്കാൻ കാരണം? നല്ല കാരയ്ക്ക് ഇവൾ യോഗ്യതയല്ല, ഇവൾക്ക് ന്യൂനതയുള്ളവളാ. എന്താ നോക്കിയേ, ഇവൾക്ക് ന്യൂനതയുണ്ട്, ഇവള് പല്ലിയേക്കാതിരുന്നാ കൊള്ളൂല, മാസത്തിൽ 10-15 ദിവസം ഇവൾ അശുദ്ധിയാ, തൊടാൻ പറ്റൂല, ഇവള് കുളിച്ചില്ലെങ്കിൽ ഇവളുടെ കശത്തിന് വേർപ്പാൻ, അതുകൊണ്ട് നല്ല കാരക്ക തരൂല, പുഴുക്കുത്തുള്ള 3 പൊട്ടക്കാരക്കാരാ. നോക്കിയാൽ അവരുടെയൊക്കെ വർത്താനം നോക്കിയ ബഹുമാനികളെ. അള്ളാഹിൻ്റെ ആരിഫ്യങ്ങളായ മഹാമാരുടെ നാക്കിന്ന് വന്നതപ്പം ഇതൊക്കെ. അപ്പൊ ബഹുമാനികളെ, പല്ല് തേക്കാത്ത കുളിക്കാത്ത ഒരു മനുഷ്യൻ 3 ദിവസം കൊണ്ട് അവസ്ഥയിലാകുമെങ്കിൽ, നിങ്ങളുടെയൊക്കെ തൊഴുത്തിലില്ലേ ആട് അല്ലെങ്കിൽ പശുവില്ലേ? നിങ്ങളുടെ പശുവിനെ ഇന്ന് നിങ്ങൾ കുളിപ്പിച്ചു, കയറ് മാറ്റിയിട്ടു, നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു, തൊഴുത്തൊക്കെ അടിച്ച് ഭംഗിയാക്കി. നാളെ കുളിപ്പിച്ചില്ല, മറ്റന്നാളും ചാണാൻ കോരിയില്ല, അടുത്ത ദിവസം വൃത്തിയാക്കിയില്ല, 3 ദിവസം വേണ്ട, ഒരാഴ്ച പശുവിനെ കുളിപ്പിച്ചില്ല, ചാണാനും വരില്ല, അതാ ചാണാത്തിൽ കിടന്നു, മൂത്രത്തിൽ കിടന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ പശുവിൻ്റെ കാലിൻ്റെ ആ പേണിയുടെ ഇടയ്ക്കൊന്ന് മണത്ത് വയ്ക്കുക, മണം ഉണ്ടോന്ന്. അതിൻ്റെ വായു തുറന്നിട്ട് നീ ഒന്ന് മൂക്കൊന്ന് വെച്ച് വയ്ക്കുക, വല്ല മണം ഉണ്ടോന്ന്. എടാ, നീയാണോ വൃത്തിയുള്ളത്, നാൽക്കാലിയാണോ വൃത്തിയുള്ളത്? ഉണ്ടോ ഇമാമിൻ്റെ ചോദ്യം. നമ്മ അങ്ങ് അടിയിലേക്ക് പോവാ, ഒരു കിബറും വേണ്ടാന്ന്, താഴത്തേക്ക് ഇറങ്ങിക്കോളെ. എന്നേക്കാളും മെച്ചം അല്ലാഹുവേ നാൽക്കാലിയാണ്. കണ്ടാ നോക്കി, ഇവിടെ ഇപ്പോൾ 1 ലോഡ് ചാണകം കൊണ്ടുവന്നിട്ടേക്ക് ഒന്ന് സങ്കല്പിക്കും, 1 ലോഡ് ചാണകം. ഇവിടെയെങ്കിലും ആരും മൂക്കുമുറ്റം പൊത്തൂല, കാണാന്നറിയിട്ടായില്ല ഉള്ളേ, ആരുമില്ല. ഇനി ഏതെങ്കിലും പിള്ളേർ വല്ല കസേരയും വലിച്ചോണ്ട് അങ്ങോട്ട് വേണമെങ്കിൽ ഇവിടെ കടട ആ കസേര ചാണകത്തിലേക്ക് ഇഞ്ഞു മാറ്റിയിട്ടുള്ള ഇവിടെ കൂടെ ഉണ്ടോ? ഇത്രേ പറയുള്ളൂ, അല്ലാണ്ട് വേറെ ഇവിടെ വർത്താനമൊന്നും പറയില്ല. നേരെ മറിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ ബഹുമാനികളെ, നമ്മുടെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് ഒരു കഷ്ണം താഴ്ത്തിക്കേടി. ഇവിടെ ഇരിക്കണ താത്ത ഈ ശൈത്താനെ പറഞ്ഞ, മറ്റേ താത്ത ഈ ശൈത്താനെ പറഞ്ഞ, ഒരു ശൈത്താനല്ല, ആ പുള്ളിയുടെ വയറ്റിൽ നിന്ന് ഇച്ചിരി ചാടിയതാണ് ഉണ്ടാ. ഒരു കഷണം ചാടിയിട്ടുള്ള തകരാറായിപ്പോ കാണുന്നത്. ഇവിടെ 1 ലോഡ് ചാണാണ്ടിട്ടിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ല. പറയടാങ്ങാതി, നീയാണോ വൃത്തിയുള്ളത്, അതെയോ മൃഗമാണോ വൃത്തിയുള്ളത്? സലിമാമിന്റെ ചോദ്യ. അടി പോകും നീ. എടാ, നീ ബുദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോടാ, പാറി നടക്കുന്ന പ്രാണിയുടെ ബുദ്ധി നിനക്കുണ്ടോടാ? ഈ പാറി നടക്കുന്ന പ്രാണിയുടെ ബുദ്ധി നിനക്കുണ്ടോ? നബിത്തങ്ങൾ ഇത് സഹാബാക്കളുടെ ഇടയിൽ ചോദിച്ചപ്പോൾ സഹാബാക്കൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇതിന് ബുദ്ധിയുണ്ടെങ്കിൽ പിന്നെ ഈ വിളക്കിൻ്റെ അടുത്തേക്ക് ഇതിങ്ങനെ കൂടെ ഇങ്ങനെ വന്നത് എന്താ പറയുക, കത്തി കിടക്കണമെന്ന് ചോദിക്കുക, ബുദ്ധിയുണ്ടെങ്കിൽ അങ്ങോട്ട് പോവോ? അല്ല, ഇതൊന്നും ചുമ്മാ സലിമാമ എഴുതി വെച്ചേക്കണമല്ല, ഒക്കെ അടിസ്ഥാനപരമായ തെളിവുണ്ട്, ചുമ്മാ എഴുതി വെച്ചേക്കണമല്ല. ഒക്കെ ഒന്ന് ചിന്തിച്ചോ മാണികളെ, ശരിയാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബത്തെ, ഈ പാറി നടക്കുന്ന ഈ പ്രാണിയുണ്ടല്ലോ, ആ പ്രാണി രാത്രിയിൽ കണ്ണു തുറന്നപ്പോൾ വിളക്ക് കാണുവാണ്. നബിത്തങ്ങൾ കൊടുക്കണ മറുപടി ഇത്, വിളക്ക് കണ്ടപ്പോൾ അത് മനസ്സിലാക്കി ഇത് പുറത്തേക്ക് കിടക്കാനുള്ള വാതിലാണ്. ഈ അത് ലേറ്റല്ലേ പറഞ്ഞത്, അന്നുണ്ടായിരുന്ന വിളക്കിനെ ചൂണ്ടിക്കൊണ്ട് നബിത്തങ്ങൾ പറയാണ്,
ഇത് പുറത്തേക്ക് കിടക്കാനുള്ള കവാടമാണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രാണി വന്ന് വാതിക്കലേക്ക് വരികയാണ്. വാതിക്ക് വരുമ്പോൾ ചൂട് വീണ്ടും പുറകോട്ട് പോവുകയാണ്. പല പ്രാവശ്യം വാതിക്കൽ വന്ന് മുട്ടുമ്പോൾ അതിന്റെ ലോലമായ ചിറക് കരിഞ്ഞത് ചത്തുപോകുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു പ്രവാചകനില്ലായേ പ്രാണികളെ, അത് പുറത്തേക്ക് കടക്കാനുള്ള വാതിലല്ല, മനുഷ്യൻ വെളിച്ചത്തിന് കത്തിച്ചിരിക്കുന്ന വിളക്കാണ്. അതേൽ പോയി മുട്ടിയാൽ നിങ്ങളുടെ ചിറക് കരിഞ്ഞ് ചത്തുപോകും, അതുകൊണ്ട് പോകല്ലേ എന്ന് പറഞ്ഞ് പിന്നോട്ട് പിടിക്കാൻ അവിടെ ഒരു പ്രവാചകനില്ല. എന്നാൽ ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനാണ്. നിങ്ങളോട് ഞാൻ പറയുന്ന പോലെ തഖറബുസ്സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ പോകല്ലേ. നിങ്ങളുടെ അരക്കൂടിനിട്ട് ഞാൻ കെട്ടിപ്പിടിക്കുകയാണ്. അന്തും തതഖാഫതൂൻ ഇന്നി മുംസിക്കും ബിഹുജസിക്കും, നിങ്ങളുടെ അരക്കൂടിനിട്ട് ഞാൻ കെട്ടിപ്പിടിക്കുക. വ്യഭിചാരത്തിലേക്ക് പോകല്ല കേട്ടോ, ഈമാൻ ഊരിപ്പോകും കേട്ടോ, ഏറ്റവും ആശ്ചര്യം നാണം കേട്ടോ, ശിക്ഷ കിട്ടും കേട്ടോ, പോകല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അരക്കൂടിനെ പിടിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു ഈ ലോകം സുഖിക്കാനുള്ളതാണ്, എൻ്റെ ഇണയൻ എനിക്ക് മതിയാവണില്ല, അതുകൊണ്ട് ഞാൻ മറ്റൊരു ഇണയെ തേടിപ്പോവുകയാണ്. ഇങ്ങനെ സുഖിക്കാനെന്നുള്ള നിലക്ക് നിങ്ങൾ ചാടിപ്പോകുമ്പോൾ നിങ്ങൾ ചാടി തീയിലേക്ക് വീഴുകയാണ്. നരകത്തിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് വലാ തഖറബു സിന എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അരക്കൂടിനിട്ട് പിടിച്ചിട്ട് നിങ്ങൾ സ്വയം തീരുമാനമെടുത്ത് പോയി വീഴുകയാണ്. നിങ്ങളാണോ ബുദ്ധിയുള്ളത്, പ്രാണിയാണോ ബുദ്ധിയുള്ളത്? വലാ തശ്റബന്നൽ ഖംറ, നിങ്ങളുടെ അരക്കൂടിനിട്ട് ഞാൻ പിടിക്കുന്നുണ്ട്, ലഹരി ഒന്നും ഉപയോഗിക്കല്ലേ. ഇന്നഹു റാശകുല്ലി ഫാഹിഷത്തിൻ, ഉമ്മാനെ തിരിച്ചറിയൂല, വാപ്പാനെ തിരിച്ചറിയൂല, എല്ലാ തെറ്റും വന്നു ചാടും, അതുകൊണ്ട് ലഹരി ഉപയോഗിക്കല്ലേ. നിങ്ങളത് നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. അരക്കൂടിനിട്ട് ഞാൻ നിങ്ങളെ പിടിക്കുകയാണ്. അന്തും തതഹാഫതൂൻ, നിങ്ങൾ എൻ്റെ പിടിയിൽ നിന്നും കുതറി നരകത്തിലേക്ക് പോവുകയാണ്. മനസ്സിന് ടെൻഷനാ. അപ്പോൾ ഒരു കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ കുറെ സമാധാനം കിട്ടും, ബാക്കി കാര്യങ്ങളൊക്കെ വന്നോടത്ത് വെച്ച് കാണാണ്ട. സമാധാനത്തിന് വേണ്ടി നിങ്ങൾ കഞ്ചാവ് വലിക്കാൻ പോവുകയാണ്, സമാധാനത്തിന് വേണ്ടി പാൻ മസാല വായിലിട്ട് ചവയ്ക്കുകയാണ്, സമാധാനത്തിന് വേണ്ടി പാൻ പിരാഗെടുത്ത് ചവയ്ക്കുകയാണ്, സമാധാനത്തിന് വേണ്ടി കള്ളടിക്കുകയാണ്. നിങ്ങളെ സർവ്വ തെറ്റിലേക്കും എത്തിക്കുന്ന അത് ചെയ്യല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ട് പിടിച്ച് വിട്ടിട്ട് നിങ്ങൾ നരകത്തിലേക്ക് പോയി ചാടുന്ന നിങ്ങളാണോ ബുദ്ധിയുള്ളത്? പിടിക്കാൻ ആരുമില്ലാതെ, ഉപദേശിക്കാൻ ആരുമില്ലാതെ സ്വയം തീരുമാനമെടുത്ത് വിളക്കേ പോയി മുട്ടുന്ന പ്രാണിയാണോ ബുദ്ധിയുള്ളത്? സമ്മതിച്ചില്ലേ? നമ്മളല്ല ബുദ്ധിയുള്ളത്, പ്രാണികളാവും. തങ്ങൾ ചോദിക്കണം, അല്ലാഹു റസൂൽ ചോദിക്കുന്നുണ്ട്, കൊതുകിൻ്റെ ബുദ്ധി. പടച്ചോൻ ഈ ദുനിയാവിൽ പടച്ച ഏറ്റവും വലിയ പടപ്പാണ് ആന. അതേ ആനയുടെ എല്ലാ അവയവങ്ങളും ഒത്തണക്കിക്കൊണ്ട് അള്ളാഹു തആല സൃഷ്ടിച്ചൊരു ജീവിയാ കൊതുക്. അതിൻ്റെ ബുദ്ധി ഉണ്ടോന്ന് ഭയങ്കര ചോദ്യങ്ങളാ. ആനയ്ക്ക് എന്തെല്ലാം ഉണ്ട്, അതെല്ലാം ഈ കൊതുകിനുണ്ട്. ഇതൊക്കെ ഏത് കാലത്ത് പറഞ്ഞതാ? ഇന്നത്തെ ലാബും ഇന്നത്തെ സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പച്ചയായിട്ട് വിളിച്ചു പറഞ്ഞ സംഭവങ്ങളപ്പോൾ ഇതൊക്കെ. കൊതുകിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആനയ്ക്കുണ്ട്. ആന വെള്ളം കുടിക്കും തുമ്പിക്കൈ ഉണ്ടാ, കൊതുക് വലിച്ചു കുടിക്കുന്നു ചോര കുടിക്കും തുമ്പിക്കൈ ഉണ്ടാണ്. ആനയ്ക്ക് 4 കാല്, തുമ്പിക്കൈക്ക് 4, അല്ല കൊതുകിന് 4 കാല്. ആനയ്ക്ക് പിന്നെ 1 വാല്, കൊതുകിന് 1 വാല്. ആനയ്ക്ക് 2 കണ്ണ്, കൊതുകിന് 2 കണ്ണ്. ആനയുടെ ചെവി എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കും, കൊതുകിൻ്റെയും ചെവിയുടെ സ്ഥാനത്ത് 2 കമ്പാണ്, അതെപ്പോഴും ഇങ്ങനെ കണ്ണയിലിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കും. അതൊക്കെ പരിശോധിക്കാൻ പറയാം ശാസ്ത്രജ്ഞന്മാരോട്. നമ്മുടെ പണി അതല്ല. നമ്മുടെ പണി റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക വഖിനാ അദാബന്നാർ. പടച്ചവനെ, നീ ഇതൊന്നും ചുമ്മാ ഉണ്ടാക്കിയതല്ല റബ്ബേ, നിന്റെ നരകത്തിന് ഞങ്ങളെ രക്ഷിക്കണേ അല്ല. നമ്മുടെ പണി അതാണ്. ശാസ്ത്രജ്ഞന്മാരോട് പറയാം ഇതൊക്കെ അന്വേഷിക്കാൻ. ഇങ്ങനെയുള്ള ഈ കൊതുകിൻ്റെ ബുദ്ധി ഉണ്ടോ? പടച്ചവരാൻ്റെ സൃഷ്ടിപ്പുണ്ടോ? എൻ്റെ ബഹുമാനികളെ, ചുമ്മാ പറഞ്ഞല്ല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير. അള്ളാഹിന്റെ സൃഷ്ടിപ്പിലേക്കൊക്കെ നോക്കിക്കേ മനുഷ്യന്മാരെ. ഖുർആൻ പറയാണ്, സൃഷ്ടിപ്പിലേക്കൊന്ന് നോക്കിക്കേ, മടക്കി മടക്കി നോക്ക്. വല്ല ന്യൂനതകളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അങ്ങനെയുള്ള സൃഷ്ടിച്ചതായ സൃഷ്ടാവാണ് ഏറ്റവും ബർക്കത്തുടയവൻ. ഉണ്ടോ? അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിലേക്കൊന്ന് നോക്കാൻ വല്ല ന്യൂനതയുണ്ടോന്ന്? ന്യൂനതയുണ്ട് വാമസിലേറെ. എന്തെന്നാ, ഈ കണ്ണ് 2 മുന്നിലായതുകൊണ്ടാണ് പുറകിൽ നിന്നുള്ള വെട്ട് നമ്മൾ കാണാത്തത്. അപ്പോൾ ഈ 2 കണ്ണും ഈ ചൂണ്ടുവിരലിലാണെങ്കിൽ വളരെ സൗകര്യമാണ്. ഒരു വിരൽ ഇങ്ങനെ പിടിക്കുക, ഒരു വിരൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഏതിലെ വേണമെങ്കിലും പോകാം. പുറകിൽ നിന്ന് വന്നാലും കാണാൻ മുമ്പിൽ. ഇത് അള്ളാഹ്ക്ക് പറ്റിയൊരു വീഴ്ചയാണ്. എന്നാൽ ഒരു പണി ചെയ്യാം, നമ്മുടെ 2 കണ്ണ് ഈ വിരലിലാക്കാം. അങ്ങനെ വിരലിലാക്കി തോട്ടുമോങ്കാർ വഴുതിന് ക്ഷണിച്ചു. അങ്ങനെ
നമ്മുടെ ആയത്ത് സലീം ഹാജിയുടെ വീട്ടിൽ ചെന്നു. നല്ല പത്തിരിയിറച്ചിയൊക്കെ കൊണ്ടുവന്ന് വെച്ചു. വാമിലേര് പത്തിരിയിലേക്ക് ഇത്തിരി ചാരം കൂടി വെച്ചിട്ട് ഒന്നിങ്ങനെ എന്തേ വാമിലേരെ കണ്ണി കൂട്ടാൻ പോയി എൻ്റെ പൊന്നാര ഹബീബേ. തിന്നലും അടുക്കൂലടക്കാതിക്കണ്ട. തബാറക്കല്ലാഹു വയസ്സ് അതിവിടെ തന്നെ പറ്റുള്ളൂ. ഏതും നോക്കിക്കോട്ടോ. ഞാനേ എന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ ആൾക്കാരെ അജ്ജനൊക്കെ കൊണ്ടുപോകുന്ന ആളാണ്. ഒരിക്കൽ അറമിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ മാന്തണം വിഷയം വിൽക്കുക ഈ പിള്ളേർ. ഇവിടുന്ന് ഗൾഫിൽ ചെന്നിട്ട് അങ്ങനെ എൻ്റെ പൊന്നാര ഹബീബേ, എന്തെങ്കിലും ഇപ്പോൾ നമുക്കിവിടെ കാരുണ്യ പ്രവർത്തനം നടക്കുന്നുണ്ട് കേട്ടോ. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കുന്നുണ്ട്. ഞാൻ പറയാം, ഗൾഫുകാരനോട് 10 രൂപ മേടിച്ചാൽ നാട്ടിലുള്ളവനോട് 100 രൂപ മേടിക്കണം. ഗൾഫുകാരന് അത്ര ദുരിതത്തിലാണ്. ഈ മെഷീൻ ഇങ്ങനെ വിൽക്കണത് എന്തിനാണെന്നറിയോ? 10 റിയാൽ. ഇവൻ പിന്നെ ഒരു ഡസൻ പിന്നെ 10 റിയാലിന് മേടിച്ചു കൊണ്ടിട്ട് ഒരെണ്ണം 10 റിയാലിന് വിൽക്കണേ കാണണേ. ഈ മെഷീൻ എന്ത് മെഷീനാണെന്നറിയോ? സ്വിച്ച് ഇട്ടിട്ട് ഇങ്ങനെ കടിക്കണോടത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ മെഷീൻ മാന്തും. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ആചാര്യം മേടിച്ചു 10 റിയാൽ കൊടുത്തു. മാന്താലോ എന്നും പറഞ്ഞു മൂപ്പര് മേടിച്ചാണ്. അങ്ങനെ റൂമിൽ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കട്ടിലേറ്റിരിക്കുകയാണ്. മൂപ്പരിങ്ങനെ ഷർട്ടൊക്കെ ഊരിയിട്ട് ആ ബെൽറ്റൊക്കെ ഊരി അങ്ങോട്ട് വെച്ച് കട്ടിലേക്ക് കയറി ചെമ്പരപ്പൊടിയൊക്കെ ഇട്ടുന്നിട്ട് ഇതിങ്ങനെ ഓണാക്കി. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഓണാക്കിയിട്ട് ഇവിടെ വയ്ക്കും. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചേ, അജരെ എന്ത് ചെയ്തു? ഷാർട്ടായില്ലേ? ഉസ്താദെ ഷാർട്ടാവുകയൊക്കെ ചെയ്തു. എന്നിട്ട് കൈ കൊണ്ട് വാങ്ങുന്നൊരു സുഖമില്ല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير. ശരീരത്തിൽ എവിടെ കടിച്ചാലും 10 ചിറക അറ്റത്ത് പിടിപ്പിച്ചേക്കണം. അതുകൊണ്ട് ഇങ്ങനെ മാന്തി കൊടുത്താൽ അതാണ് സുഖം ഉണ്ടാവും. പോട്ടെ ബഹുമാനികളെ, പോട്ടെ. അപ്പം എന്താ ഞാൻ പറഞ്ഞു തന്നത്? കൊതുകിനെ അല്ലാഹു തആല എന്തൊക്കെ കൊടുത്താണോ സൃഷ്ടിച്ച് അത് തന്നെ ആനിക്കും. പടച്ചോൻ്റെ ചുറ്റിപ്പം നോക്കി, ഒരു ന്യൂനത എങ്ങും കാണാനില്ലാന്ന്. പക്ഷിയുടെ മുട്ടിൻ്റെ താഴ്ഭാഗത്തേക്ക് പപ്പു വെച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷിയും ഈ ദുനിയാവിൽ ഒരു മണ്ണിലിരുന്നിട്ട് പറക്കൂലാന്ന്. നോക്കിയേ, ഏതെങ്കിലും പക്ഷിയുടെ മുട്ടിൻ്റെ താഴത്തേക്ക് പപ്പുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പപ്പില്ല, തൂവലില്ല. തൂവല് മുട്ടിൻ്റെ താഴത്തേക്ക് ഉണ്ടെങ്കിൽ പക്ഷി പറക്കൂല മണ്ണിലിരുന്നിട്ട്. കാരണം എന്താ? ഈ ചെളി പപ്പയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളം പപ്പയിലേക്ക് പിടിച്ചാൽ പിന്നെ കാലിന് ഇത് കിട്ടൂല. ഇവിടെ കണ്ടില്ലേ വഞ്ചി പങ്കായം കൊണ്ട് തുഴയണോണ്ടാ? അത് തന്നെ, ഈ പങ്കായം തന്നെ ഈ കാലയിലാണ് ഇതിൻ്റെ ബാലൻസ്. ആ രോമം ഇല്ലാതെ തന്നെ പടച്ചോൻ സൃഷ്ടിച്ചേക്കണേ. എന്താ? തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അങ്ങനെയുള്ള കൊതുകിൻ്റെ ബുദ്ധി നിനക്കൊണ്ട്, കൊതുകിനല്ല ബുദ്ധിയാ. എത്ര അകലത്തിൽ നമ്മൾ ഇരുന്നാലും മണത്ത് മനസ്സിലാക്കി വരാനുള്ള കഴിവുകൊണ്ട് നമ്മൾ ഉറങ്ങുവാണെങ്കിൽ ഈ മൂപ്പര് കടിക്കണ എവിടെയെന്നറിയോ? കാലയില കടിക്കുള്ളൂ. എല്ലാവർക്കും വരും കേട്ടോ കട്ടൻ കാപ്പി. ഈ ചെറിയ ഇഞ്ഞോട് കൊണ്ടുവന്നില്ലോ എന്ന് ഞാൻ ചെറുക്കൻ്റെ നോക്കണ്ട. എല്ലാവരും എൻ്റെ നേരെ തന്നെ നോക്കുക കേട്ടാ. എല്ലാവരുടെ അടുത്തോടെ കട്ടൻ ചായ വരും. മുമ്പിൽ വരുമ്പോൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എടുത്തിട്ടും എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുക. കൈ നേരെ അങ്ങോട്ട് ചെന്നോളൂ. അതിന് പ്രത്യേകിച്ച് കാണുമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരും കണ്ണ് തെറ്റിക്കില്ല. ഇതൊക്കെ നല്ല കാര്യം കേട്ടോ, ഈ കട്ടൻ ചായ കൊടുക്കലൊക്കെ. അല്ലാണ്ട് വയറ് അറിഞ്ഞിരിക്കണേ എല്ലാം നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സംഭാരം കുടിക്കില്ല, എനിക്ക് വേണ്ട മതി. എന്നാൽ ഈ ഇത് പാല് കുടിക്കില്ല, എനിക്ക് വേണ്ട ഹബീബ്. എന്നാൽ ഈ നാരങ്ങ വെള്ളം കുടി, അത് വേണ്ട കൈ. എന്നാൽ ഒരു ബർക്കത്തിന് ഇത് തേനൊഴിച്ചാലും ആവില്ല, ഇതിത്തിരി കുടിക്കുക. എന്നാൽ ഞാൻ ഉണ്ടായിത്തിരി. യാതൊരു ഗുണവും നിങ്ങൾക്കില്ല കേട്ടോ. കാരണം എന്താ? എൻ്റെ വയറ് അറിഞ്ഞിരിക്കുക, ചുമ്മാ കുത്തിക്കാരനാ എൻ്റെ മുകളിലേക്ക്. ആ സ്ഥാനത്ത് ഞാൻ ദാഹിച്ചു വരുമ്പോൾ അസ്സലാമു അലൈക്കും സലാം. പിന്നെ എന്ത് മാവിലരി വഴിക്ക് ഞാനിങ്ങനെ പോയി നല്ല ദാഹമുണ്ട്, അപ്പോൾ ഇത്തിരി വെള്ളം കുടിക്കാൻ അവിടെ ഇരിക്കട്ടോ, ഞാനൊരു നാരങ്ങ പിഴിച്ചിട്ട് ഉപ്പിട്ട് തരാം, അതിന് നല്ല കൂലിയാ എന്ന് പറഞ്ഞ പോലെ മാവിലാരുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സക്കാഫി ഹുസായിൻ്റെ വയൽ കഴിഞ്ഞു. ഇവൻ്റെ അവിടേക്കത്തെ ഇത് എപ്പോഴാണാവോ നിർത്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ തൊണ്ട ഉണങ്ങിയിട്ട് പോയില്ല. ഇച്ചിരി വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് പോയാൽ ഈ പഹന് ഏത് സൈസാന്ന് അറിയാനും വെള്ളം കാക്കാൻ കൂടെ വേണമെന്ന് വെച്ചാൽ നാണക്കേടായില്ലോ. ഒരു ഗ്ലാസ് വെള്ളം കിട്ടി. അപ്പോഴാണ് ഒരു കട്ടൻ ചായ ഒരു ഗ്ലാസ് കൊല്ലേ. ഇതിൻ്റെ കൂലി ചില്ലറ കൂലിയല്ല. പഠിച്ചവനെ ഉണ്ടാക്കിയവർക്കും കൊടുത്തവർക്കും സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഒക്കെ ദുനിയാവിൽ ജീവിക്കുന്ന ആളും ഭക്ഷണപാനീയങ്ങൾക്ക് ഞെരുക്കം വരാതെ കാക്കണ തമ്പുരാനെ. ഇവിടെ ശ്രദ്ധിച്ചോട്ടോ, ഇവിടെ ശ്രദ്ധിച്ചോ. മറ്റേ മൂപ്പര അവിടെ പള്ളിയിലിരിക്കുകയല്ലേ, അവിടെ ഇരിക്കട്ടെ, ഇപ്പം പിടിച്ചോളാം. ഒരാളവിടെ പള്ളിയിലിപ്പുണ്ട്, വിദ്യാചാരി ബൈത്തുൽ മുഖദ്ദിസിൽ. അവിടെ ശ്രദ്ധിച്ചപ്പോൾ പറഞ്ഞുതരാം എന്താ ഞാൻ പറഞ്ഞു വന്നത്. അബ്ദുൽ ജബ്ബാർ സക്കാഫി ഉസ്താദ് പറഞ്ഞത് നിങ്ങൾക്ക് മതി. അതിൻ്റെ തെളിവ് പറഞ്ഞേ കേൾക്കണം, അല്ലാണ്ട് ഞാൻ വിഷയം പറയണില്ല.
ബഹുമാനികളെ, രാത്രി അല്ലെങ്കിൽ പകലോ നമ്മൾ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ കൊതുക് എവിടെ കടിക്കണമെന്നറിയോ? ഉറങ്ങണ ആക്കടെ മുഖത്തല്ല കടിക്കണേ, ഉറങ്ങണ ആക്കടെ കാലയിൽ കടിക്കും. എന്താ? ഈ ഉറങ്ങണ ആളിങ്ങനെ വളഞ്ഞു വരുമ്പോഴത്തേക്കും കാലനങ്ങും. അപ്പോൾ ഇവൻ രക്ഷപ്പെടും. അതാണ് അവൻ്റെ ബുദ്ധി. കണ്ടാ? ഉറങ്ങാതെ ഇരിക്കുന്ന ആളെ എവിടെ കടിക്കണമെന്നറിയോ? പുറത്ത് കടിക്കുള്ളൂ. കാലേ കടിച്ചു കഴിഞ്ഞാൽ നമ്മ പയ്യെ ചെന്ന് തല്ലിക്കൊള്ളും. പുറത്ത് കടിച്ചാൽ എന്താ? കയ്യം കൂടെ എത്തി ഇങ്ങനെ ആളെ അനങ്ങുമ്പോഴത്തേക്കും ഇവൻ സംഗതി രക്ഷപ്പെടും. ഇതാണ് കൊതുകിൻ്റെ ബുദ്ധി. ഉറങ്ങണ ആളെ കടിക്കുന്നത് കാലയിൽ, ഉറങ്ങാത്ത ആളെ കടിക്കുന്നത് പുറത്ത്. ഇതവൻ്റെ ബുദ്ധിപ്പെട്ടതാണ്. നിങ്ങളിപ്പോൾ ആരെങ്കിലും മറുപടി പറയണ്ടാവും, പാവശിലേറെ, ഓ ഇപ്പം ഞാൻ ഉറങ്ങാതെ ഇവിടെ ഇരിക്കുന്ന ആളാണ്. ഉവ്വ, ഇത് എൻ്റെ കാലിൽ ഇപ്പോൾ ഒരെണ്ണം കടിച്ചിട്ട് ഞാൻ ഇപ്പം തല്ലി കൊന്നുള്ളൂ. അത് എല്ലാത്തിലും ബോധമില്ലാത്തതുണ്ടാവും. നമ്മൊരു പൊതുവായിട്ടുള്ള തത്വമായി പറയണേ. ഈ പൊട്ടലും പൊറിഞ്ഞതൊക്കെ എല്ലാത്തിലും ഉണ്ടാവും. ബഹുമാനികളെ, അപ്പോൾ പറഞ്ഞു നടക്കുന്ന പ്രാണിയുടെ ബുദ്ധി ഇല്ലാന്ന് സമ്മതിച്ചോ? സമ്മതിച്ചു. പിന്നെ ഇമാമ ചോദിക്കാണ്, എടാ നാൽക്കാലിയുടെ വിവേകം നിനക്കുണ്ടോ? ഇതൊക്കെ വലിയ വഴല. ഈ ബുദ്ധി പണ്ടൊക്കെ നമുക്ക് സമയം കിട്ടുമോ? പണ്ടൊക്കെ അങ്ങനെയുള്ള പരമ്പരയല്ലേ, 5-10 ദിവസമാണ്. ഇപ്പൊക്കെ പിന്നെ വലിയ ഗുണം, അപ്പോൾ ഒരു ദിവസം ഉള്ളൂ. അപ്പോൾ അന്നൊക്കെ ബുദ്ധി ഒരു ദിവസം പഠിപ്പിച്ചു കൊടുക്കും ആളുകളെ. ശുദ്ധി പഠിപ്പിച്ചു കൊടുക്കും ഒരു ദിവസം, വിവേകം പഠിപ്പിക്കും മറ്റൊരു ദിവസം. അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഈ വഴലെന്ന് പറയുന്നത്. ഉണ്ടാ, വിവേകം നിനക്കൊണ്ടോ? ആരുടെ? നാൽക്കാലി മൃഗത്തിൻ്റെ. ആലുവ ചന്തേന്ന് നീ മേടിച്ചോണ്ട് വന്നു 2 ആടിനെ, തൊട്ടുമുഖത്ത് കൊണ്ടെത്തിട്ട് ഓരെണ്ണത്തിനെ അറുത്തു, അതിൻ്റെ തോലിരിഞ്ഞു, പണ്ടവും കുടലൊക്കെ മാറ്റിയിട്ടു, അതിൻ്റെ തല ഇങ്ങനെ നാട്ടിവെച്ചു, കാലും കൈയൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. മറ്റതിനെ ഒരു കുറ്റിയിൽ നീ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു പ്ലാവും കമ്പ് നീ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നല്ല കൊഴുപ്പിന് കൊപ്ര കലക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്, പിണ്ണാക്ക് കലക്കി കൊടുത്തിട്ടുണ്ട്. വയറൊട്ടി കിടക്കുന്ന ആ ജീവി കുടിക്കുന്നില്ല, കടിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യാ? ആ കുറ്റിയിൽ കെട്ടിയിരിക്കുന്ന വള്ളിക്ക് എത്ര നീളമുണ്ട്, ആ വള്ളിയുടെ അത്രേ നീളത്തിൽ ഇങ്ങനെ കറങ്ങുകയാണ്. കറങ്ങുമ്പോൾ അത് കരയുന്നുണ്ട്, കൂടെ കൂടെ മല ഇടുന്നുണ്ട്, കൂടെ കൂടെ മൂത്രമൊഴിക്കുന്നുണ്ട്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താടോ അത് തിന്നാത്തത്? വിശപ്പില്ലാഞ്ഞിട്ടാ? എന്താടോ അത് കുടിക്കാത്തത്? ദാഹമില്ലാഞ്ഞിട്ടാ? എന്തിനാടോ അത് കരയുന്നത്? എന്തിനാടോ അത് കാട്ടമിടുന്നത്, മൂത്രമൊഴിക്കുന്നത്? റബ്ബേ, എന്നോടൊപ്പം നടന്നു വന്ന എൻ്റെ സഹജീവിയാണല്ലോ ഈ അറുത്തിട്ടിരിക്കുന്നത്. റബ്ബേ, കയ്യും കാലുമാണല്ലോ ഈ തൂക്കിയിട്ടിരിക്കുന്നത്. റബ്ബേ, എന്നെയും ഇയാൾ അറുക്കുമല്ലോ നാഥ, രക്ഷപ്പെടണമല്ലോ റബ്ബേ. കരയുകയാണ്. കരച്ചലിൻ്റെ കൂട്ടത്തിൽ പേടിച്ചിട്ടത് മലമൂത്രം ഇടുകയാണ്. ഉണ്ടാ, പേടിച്ച മനുഷ്യന്മാർ മലമൂത്രം ഇടും. 58 വയസ്സാ, 18-20 വയസ്സിലൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വഴുതിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പണി എന്താണെന്നറിയോ? ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പണി കക്കൂശി പോക്കാ. കാരണം എന്താ? വഴുതിന് ഡേറ്റ് കൊടുത്തേക്കോ, അത് പൈസ പോയി പറയണം. പള്ളിയിലൊക്കെ ഓതണ കാലത്തെ ഇന്നത്തെ മറ്റല്ല, അന്ന് ദർസ്. അന്നൊക്കെ ദർസ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച മക്കളൊക്കെ വഴുതു പറയാൻ പോവും, മുത്താലിങ്ങൾ വഴുതു പറയാൻ പോവും. അല്ലോ, വെള്ളിയാഴ്ച നേരം വെളുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ ആകെ ഒരു കക്കൂസുള്ളൂ. അന്ന് ചെറുക്കത്തേക്ക് ഒറ്റ കക്കൂസുള്ളൂ. കാരണം എന്താ? എല്ലാവരും വഴുതു പറയാൻ പോണവരാ. ഈ ആയത്ത് ഓതിയാൽ അപ്പം വിളിക്കിറക്കാൻ മുട്ടും. അതെന്താ? പേടിച്ചിട്ടാണേ. പേടി. ഇതെല്ലാവർക്കും കൊണ്ട് പേടി. അല്ലാണ്ട് ബ്രോക്കർ കൊണ്ടുവന്നിട്ട് പശുവിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. പശുവിനെ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ പശു മൂത്രമൊഴിക്കും. അപ്പോൾ ബ്രോക്കർ പറയേ, 10,000-2,000 കൂടിയാലും ഈ കച്ചവടം ഒഴിയണ്ട കേട്ടോ, പശുവിനെ മേടിച്ചോ. എന്തേ? നല്ല ലക്ഷണം, അത് മൂത്രം ഒഴിച്ചേക്കണുണ്ടോ. കാളയാണെങ്കിൽ ചാണാനിട്ടാൽ പറയും, ഇതേ 4,000 കൂടിയാലും ഈ കാളേനെ വിടണ്ട കേട്ടോ. എന്താ? ഇത് കച്ചവടം ലാഭമാണ്. എന്താ? ഞാൻ ചാണാനിട്ടേക്കണുണ്ടോ. ഇത് ലാഭം നഷ്ടമായിരിക്കാനല്ല ഈ ചാണാനും മൂത്രം ഇടുന്നത്. പിന്നെ അപരിചിതനായ ആളെ കണ്ടപ്പോൾ ഈ സാധനം പേടിച്ചു, അപ്പോൾ മൂത്രം ഒഴിക്കണേ കാണണേ. എന്താ? പേടിച്ചപ്പോൾ കാട്ടോടിനെ കാണണേ. ഇതാണ് ഇവിടെ സംഭവിച്ചത്. കണ്ട, ഈ ജീവി ഭയന്നിട്ടാണ് മൂത്രമൊഴിക്കണത്. ഈ ജീവി ഭയന്നിട്ടാണ് കാട്ടോടുന്നത്. പേടിച്ചിട്ടാണ് അത് കരയുന്നത്, ഭയന്നിട്ടാണ് അത് തിന്നാത്തത്, ഭയന്നിട്ടാണ് അത് കുടിക്കാത്തത്. നീയും ചെല്ലണില്ലേ മരിച്ച വീട്ടില്? ചിന്തിക്കൂ ബഹുമാനികളെ. സാലിമാമ നിങ്ങൾ ചുമ്മാ കഥ പറയല്ല, ചിന്തിക്ക്.
മരിച്ച വീട്ടിൽ നീയും ചെല്ലാറില്ലേ? മരിച്ച മയ്യത്ത് നീയും കാണാറില്ലേ? നീയും കരയാറില്ലേ? മോളെ മോനെ, എന്തെന്നാ നീ കരയുന്നത്? പടച്ചവനെ, എൻ്റെ ഹബീബ് പോയല്ലോ അല്ലോ, എൻ്റെ ഇത്താത്ത പോയല്ലോ അല്ലോ, എൻ്റെ ആങ്ങള പോയല്ലോ അല്ലോ. പടച്ചവനെ, എൻ്റെ ആങ്ങള പോയതുപോലെ എനിക്കും പോണമല്ലോ റബ്ബേ. അങ്ങനെ കരയുന്നവരാരാ? തുറവ്വിഉനൽ ജനായിസു മുഖ്ബിലാത്തിൻ, തുറവ്വിഉനൽ ജനായിസു മുഖ്ബിലാത്തിൻ വനൽഹൂഹീന തദ്ഹബു മുർദിമ, തുറവ്വിഉനൽ ജനായിസു മുഖ്ബിലാത്തിൻ വനൽഹൂഹീന തദ്ബറു മുർദിമ. അവിടെ മറന്നുപോയി, വയസ്സായ മറവി ഉണ്ടാവും. ആട്ടുംകൂട്ടത്തിന് കാടിനെ അങ്ങോട്ട് അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ തുള്ളി തുള്ളി മേച്ചൽ സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറ്റിക്കാട്ടിൽ പതിയിരിക്കുന്ന ചെന്നായ ചാടി വീഴും. ചാടി വീഴുന്ന ചെന്നായ കാണുമ്പോൾ ആടുകൾ ഭയന്നിട്ട് ചെതറി ഓടുകയാണ്. ഇങ്ങനെ ചെതറി ഓടിയത് ചെന്നായ മറിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അത് തുള്ളിക്കളിച്ച് മേച്ചൽ സ്ഥലത്തേക്ക് പോകുന്നത് പോലെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു നടക്കമുണ്ടാവും, ഒരു നടക്കം. അത് ഞാൻ മരിക്കുന്നുള്ള നിലക്കല്ല, എന്നെയും ചെന്നായ പിടിക്കുമല്ലോ, എങ്ങനെയില്ല, ചെന്നായാണല്ലോ കണ്ടത്, അങ്ങനെ ഒരു നടക്കാണ്. എന്നിട്ടോ ബഹുമാനികളെ, വീണ്ടും പഴയ അവസ്ഥയിലേക്കാണ്. അപ്പം മരിച്ചോടത്ത് ചെന്നിട്ട് ഞാൻ മരിക്കും എന്നുള്ള നിലയ്ക്ക് കരയുന്നവർ എത്രയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഇതാണോ സാലിമാമ ഞങ്ങൾ ചോദിച്ചത്? എടാ, നിനക്ക് വിവേകം ഉണ്ടെന്ന് പറയണ്ടല്ലോ, തിരിച്ചറിയാനുള്ള കഴിവ്, അത് നിനക്കാണോ ഉള്ളത് അതെയോ നാക്കാലിക്കാണോ ഉള്ളത്? ആടിനുണ്ട്, പോത്തിനുണ്ട്, പശുവിനുണ്ട്. അതിൻ്റെ സഹജീവി അറുത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ഭയപ്പെടും, എന്നെയും അറക്കുമോ? ഈ നിലക്കുള്ള ഭയപ്പാട് ആർക്കാ ഉള്ളത് ബഹുമാനികളെ? ഇതാണ് പറഞ്ഞത്. ചുമ്മാ മനുഷ്യനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ, അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു എന്താ, ബൈത്തുൽ മുഖദ്ദിസിലേക്ക് കയറി ചെന്നപ്പോ ഇങ്ങനെയുള്ള കോലത്തിലുള്ളൊരു മനുഷ്യനെ കണ്ടപ്പോ ഈസാ ഇബ്നു മാലിക്കുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇതൊരു മനുഷ്യനാണ്. പതുക്കെ അടുത്തേക്കൊന്നു അസ്സലാമു അലൈക്കും, കരഞ്ഞോണ്ടിരിക്കുക മനുഷ്യൻ, കണ്ണുനീര് തൂത്തു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ, ഔസിനി, എനിക്കൊരു വഴല് പറഞ്ഞു തരാമോ? എന്നാ ഞാൻ പറഞ്ഞു തന്നത്? അബ്ദുൽ ജബ്ബാർ സക്കാഫി ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന വഴല് നിങ്ങൾ കേട്ട് ജീവിതത്തിലേക്ക് പകർത്താൻ വന്നാണെങ്കിൽ ധാരാളം പറ്റിയ വഴലാണ് അദ്ദേഹം തന്നത്. ഞാൻ പിന്നെ അതിൻ്റെ പിന്നിലൊരു ആയത്തും നിയമം എന്ന് പറഞ്ഞു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അത് ഞാനൊരു വിഷയമായിട്ട് എടുത്ത് പറഞ്ഞൊന്നുമല്ല, എൻ്റെ വിഷയം ശരിക്കും അതാണ്. പക്ഷെ വഴലത് മതി. ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെടുവാണ്, എന്തെന്നാ, എനിക്കൊരു വഴല് പറഞ്ഞു തന്നെ. ഈസാ ഇബ്നു മാലിക്കുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ ആദ്യം അത് ഗൗനിക്കുന്നില്ല, വീണ്ടും ആവശ്യപ്പെടുകയാണ്, എനിക്കൊരു വഴല് പറഞ്ഞു തന്നെ. അപ്പോ അൻ തകൂന ബിമൻസിലത്തി റജുലിൻ, നീ ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് ആയാൽ തന്ന് നന്നായില്ല. നിന്നോട് എനിക്ക് തരാനുള്ള വഴലതാണ്, നീ ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് എത്തണം. ഏതാണ് ആ മനുഷ്യന്റെ അവസ്ഥ? ആ മനുഷ്യന്റെ ചുറ്റുവട്ടത്തും അവന്റെ 4 ഭാഗത്തും ക്രൂരമൃഗങ്ങൾ, ഹിംസ്ര ജന്തുക്കൾ ചുറ്റും നിൽക്കുകയാണ്. അവൻ വല്ലാതെ ഭയപ്പെടുകയും ചെയ്യാണ്. 4 ഭാഗത്തും ചുറ്റി നിൽക്കുന്ന ക്രൂരമൃഗങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഭയപ്പെട്ട് നിൽക്കുന്നത്, അതേ ഒരവസ്ഥയിലേക്ക് നീ ആയാൽ തരക്കേടില്ല. ഇതാണ് കൊടുത്ത വഴല്. അത് ഈ 4 വശത്ത് നിൽക്കുന്ന മൃഗങ്ങൾ, മുന്നിൽ കടുവ, പിന്നിൽ സിംഹം, വലത്ത് ഭാഗത്ത് പുലി, ഇടത്ത് ഭാഗത്ത് കരടി, അതൊന്നും പറഞ്ഞില്ല. നിന്റെ 4 ഭാഗത്തും ചുറ്റി നിൽക്കുന്ന ഹിംസ്ര ജന്തുക്കളെ ഭയപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ അവസ്ഥയിലേക്ക് നീ ആയാൽ തരക്കേടില്ല. ഇതാണ് കൊടുത്ത വഴല്. അപ്പൊ ഇദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയോ? എനിക്ക് ഒരു വഴലും കൂടെയും പറഞ്ഞു തന്നെ. ഇയാൾ തിരിച്ചൊന്നും ചോദിക്കണില്ല കേട്ടോ, ചുറ്റും നിൽക്കണം മൃഗങ്ങളെതാണെന്ന് ചോദിക്കണില്ല. ഇവിടെ വഴല് കേട്ടു, വഴല് പറഞ്ഞു, വഴല് കേട്ടു. രണ്ടാമതും കയറി ചെന്ന ഖൗലാനി റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നു, ബഹുമാനപ്പെട്ടവരെ, എനിക്ക് ഒരു വഴലും കൂടെ പറഞ്ഞു തന്നെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദാഹിച്ച വന്നെങ്കിൽ ദാഹം മാറാൻ കുറച്ച് വെള്ളം മതി. പിന്നെ വഴല് പറഞ്ഞ ആൾ പറഞ്ഞുമില്ല, കേൾക്കാൻ ചെന്നയാൾ ആവശ്യപ്പെട്ടുമില്ല.
നിങ്ങൾ ദാഹിച്ചാണ് വന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ഇൽമു കേൾക്കാൻ വന്നതാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ വർത്താനം നിങ്ങൾക്ക് മതി എന്ന് പറഞ്ഞാൽ, ദാഹിച്ച് വന്നതാണെങ്കിൽ ദാഹശമനത്തിന് കുറഞ്ഞ വെള്ളം മതി. ഞാൻ ഈ പുഴയ്ക്കക്കരെ താമസിക്കുന്നത്. അവിടെ നിന്ന് മഗ്‌രിബികരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അത് മഗ്‌രിബികരിച്ചിട്ടാണ് പോകുന്നതെങ്കിലും ഞാൻ ഉച്ചയ്ക്ക് ഇത്തിരി ഭക്ഷണം കഴിച്ചതാണ്. 4 മണിക്കൊന്നും കഴിച്ചിട്ടില്ല. അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ആയത്ത് സലീം സാഹിബിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. അവിടെയാണ് എനിക്ക് ഭക്ഷണം ഒരുക്കിയേക്കണേന്ന് പറഞ്ഞു. അവിടെ ചെന്നു. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായതാണ് കേട്ടോ. ഇനി പറയാൻ പോണത് ഉണ്ടാകാത്തതാണ്. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറയാം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സലീം സാഹിബ് അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇതൊന്നും ഉണ്ടാകാത്തതുണ്ടോ? വലൈക്കും സലാം. ഉസ്താദേ. അപ്പോൾ എന്താപ്പാ കഴിക്കാൻ? അത് കഴിക്കാനേ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതാ. ഭയങ്കര ദാഹമുണ്ട്. ആദ്യം ദാഹം ഒന്ന് തീർത്താൽ എന്നിട്ട് നമുക്ക് പിന്നെ 10 രൂപ കഴിക്കാം. ഉണ്ടാകാത്തതുണ്ട് ഇതൊക്കെ. എന്നാ ദാഹത്തിനുള്ള പരിഹാരം എടുക്കാമില്ല. ആട്ടെ, ആ ദാഹം മാറിയിട്ടാണെങ്കിലേ പിന്നെ നമുക്ക് ബാക്കി സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ സലീം സാഹിബ് അകത്തേക്ക് എന്നിട്ട് പെണ്ണുമ്പിള്ളേനെ വിളിച്ചു. എടി സെവിയ, തൊട്ടാ പേരൊന്നും പറ്റി എനിക്കറിയാൻ പാടില്ല. എടി സെവിയ, ഓ ഇതേ നമ്മുടെ ഉസ്താദ് വന്നിട്ട്. ഏത് ഉസ്താദ്? എടി ഇത് അങ്കമാലി പള്ളിയിലെ അങ്കമാലി പള്ളിയിലെ ഉസ്താദ് ഇങ്ങോട്ട് കയറിയേക്കണേനാണെങ്കിൽ. എടി ഇവിടെ ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞേക്കണതാ, അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഓഹോ, കഴിക്കാൻ വന്നേക്കണം. അതെ അതെ. അവളേ ഈ 10 രൂപയൊക്കെ ഉണ്ടാക്കിയതൊക്കെ കൊടുക്കണതിന് മുമ്പേ അങ്ങേർക്ക് ഭയങ്കര ദാഹം ഉണ്ടെന്നാണ് പറയണത്. അപ്പം നീ ഒരു പണി, ആ മോട്ടോർ ഷെഡിൽ ചെന്ന് ആ സ്വിച്ച് അങ്ങോട്ട് ഓണാക്കിയിട്ട് ആ 10ൻ്റെ മോട്ടോർ കൊണ്ട് ഓസും കൂടി വലിച്ചുകൊണ്ടാ. അത് ഞാൻ അങ്ങോട്ട് വച്ചു കൊടുത്തിട്ട് ആദ്യം ദാഹം തീർത്താൽ എന്നിട്ട് നമുക്ക് ബാക്കി പണി നോക്കാം. ബഹുമാനികളെ, പെണ്ണുമ്പിള്ള പോയി മോട്ടോർ ഓണാക്കി. സലീം സാഹിബ് 10ൻ്റെ ഓസും വലിച്ചോണ്ട് എൻ്റെ മുമ്പിലേക്ക് ഭാവിയിലേറെ ബായം കൂടെ തുറന്നോ. ദേ ദാഹല്ലേ, ദേ ഇപ്പം തന്നെ മാറിക്കോൾ. എൻ്റെ പൊന്നാരാമീമേ, ഞാൻ അവിടെ പേടിച്ചിട്ട് വായി തുറന്നാൽ എൻ്റെ കുടലും കൂടെ പോകില്ലേ പുറത്തേക്ക്. എനിക്ക് 10ൻ്റെ മോട്ടർ അടിച്ച് വെള്ളം വേണോടെ മതി വേണോ? ആ പുള്ളി അകത്ത് എടി ഉസ്താദിന് ഭയങ്കര ദാഹാന്ന് പറയണേ. അപ്പോൾ എന്ത് വെള്ളം വേണ്ടേ? ജ്യൂസും നാരങ്ങ വെള്ളമൊന്നും വേണ്ട, തിളപ്പിച്ചാറിയ 1 ഗ്ലാസ് വെള്ളം മതി. എന്നാ 1 ഗ്ലാസ് വെള്ളം. എനിക്ക് 1 ഗ്ലാസ് വെള്ളം മതി ദാഹം മാറാൻ. ബഹുമാനികളെ, 10ൻ്റെ മോട്ടർ അടിച്ചിട്ട് വേണ്ട. ഇതുപോലെ നിങ്ങൾ വഴുതേക്കാൻ വന്നതാണോ? എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നത് നിങ്ങൾക്ക് ധാരാളം മതി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നമുക്കൊരു 3 സലാത്ത് ചൊല്ലിക്കൊണ്ട് അവിടെ പിരിയാം. 1-2 സംശയമുണ്ട് നിങ്ങൾക്കിപ്പോൾ. എന്നാൽ അതും കൂടെ തീർത്തേക്കാം. എന്താ സംശയം ബാവിലേരെ? ഓ, ഈ ഹൗലാനി റളിയല്ലാഹു പള്ളിയിലേക്ക് കയറി ചെന്നപ്പോൾ മൂപ്പര് എന്താ പറഞ്ഞേ? 4 ഭാഗത്ത് നിൽക്കുന്ന ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിച്ച് നീ ജീവിച്ചോ. ആ ഹിംസ്ര ജന്തുക്കൾ ആരാണെന്ന് ഈ മൂപ്പര് പറഞ്ഞു കൊടുത്തില്ല. മറ്റേ ആൾ ചോദിച്ചില്ലല്ലോ. ഇല്ല, ഞങ്ങളുടെ ആരുടെ മുമ്പിൽ അങ്ങനെ ഹിംസ്ര ജന്തുക്കളൊന്നും ഇല്ലല്ലോ മാമിലരെ. മുമ്പിൽ കടുവയില്ല, പുറകിൽ കരടിയില്ല, വലത്ത് ഭാഗത്ത് പുലിയില്ല, ഇടത്ത് ഭാഗത്ത് സിംഹം ഇല്ല. പിന്നെ എന്താണ് ആ മൂപ്പര് പറഞ്ഞത് എന്നതെ അതും കൂടെ അങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് നമുക്ക് സലാത്തിയല്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. എല്ലാത്തിനും കണക്കും കാര്യമുണ്ട്. അതാ ഞാൻ പറയാൻ കാരണം. ഒരു കാലിൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ ആരാ? ഓസല്ലാദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. ആ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ ഉപ്പാപ്പായാണ് ആര്? അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. 23 കൊല്ലം കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാത്തിനും കണക്കുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. വഴല് പറയണേനും കേൾക്കണേനും ഒക്കെ കണക്കുണ്ട്. ഞാൻ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കും. ഈ എഴുന്നേറ്റ് ഭാഗത്താന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് ഭാഗത്താണ്. കണ്ണ് സംഗതി തുറന്നിരിപ്പുണ്ടാവും, അതിൻ്റെ കാര്യമില്ല. ഇതവിടെ ചെന്നപ്പോൾ കാക്കാനോട്ട് കണ്ണ് തുറന്നു ഉറങ്ങും പാവില്ലേരൻ. അതിനെ കണ്ണടക്കണേ കാണിക്കാനാ. കണ്ണ് തുറന്നിട്ട് കാര്യമില്ല, ഇതിനൊക്കെ സമയമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വിഷയത്തിലേക്ക് തൊടാത്തത്. കണ്ടോ? അതുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തതിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോണത്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഈ 4 മൃഗം ഏതാ? നമ്മുടെ 4 ഭാഗത്ത് നിൽക്കുന്ന 4 മൃഗങ്ങളെ എന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മിയ കരടി വീഴും. അപ്പോൾ കണ്ണ് ചിമ്മാൻ പാടില്ല, നോക്കണം. ഏയ് കരടി ഇപ്പം എന്തെടുക്കുക? പല്ലുകുത്തുവാൻ. അപ്പോൾ അനങ്ങാണ്ടിരിക്കാം. സിംഹം ചെയ്യാൻ, വാല പോലെ കാലുമാന്തുവാൻ. മറ്റേ കരടി എന്ത് ചെയ്യണു? ചെവി താണ്ടുവാൻ. മറ്റേ പുലി എന്താ ചെയ്യണത്? കണ്ണ് തോണ്ടുവാൻ. അപ്പോൾ 4ഉം നാം ശ്രദ്ധയില. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക? നമുക്കൊരു സുബ്ഹാനല്ലാഹ്
വീണ്ടും 4 പേരും സജീവമായി. ഉണ്ടോ? ഇതായി പറഞ്ഞത്. അതാണ് ഈ 4 മൃഗങ്ങൾ. നമുക്ക് മനസ്സിലായിട്ടില്ല. ഈ പറഞ്ഞു കൊടുത്തയാൾ പറഞ്ഞുമില്ല, കേട്ടയാൾ ചോദിച്ചുമില്ല. പക്ഷേ നമുക്ക് പലർക്കും മനസ്സിലായിട്ടില്ല. ദേ മനസ്സിലാക്കിക്കോ. അഷ്റഫുൽ ഖൽഖ് നബിയ്യനാ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു അഴറാബി കടന്നു വരികയാണ്. ഒരു അഴറാബി. അഴറാബി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? മനുഷ്യന്മാരുമായിട്ടൊന്നും ബന്ധപ്പെടാനും സഹവസിക്കാനും സൗകര്യം കിട്ടാത്ത ഒരു കാടൻ. അതാണ് ഈ അഴറാബി. വിവരമില്ലാത്ത ആളെന്നാ എൻ്റെ മലയാളം. നമ്മുടെയൊക്കെ ഇടയിലൊക്കെ ആൾക്കാർ പറഞ്ഞേക്കാൻ പാടില്ലേ, എടാ നമ്മളെന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവരാ. മുയ്യാരെന്നൊക്കെ പറഞ്ഞാൽ വിവരമുള്ളതല്ലേ, അങ്ങേരെയൊക്കെ അള്ളാഹു തആല രക്ഷിക്കും ചെയ്താൽ. നമ്മളൊക്കെ പാവങ്ങളല്ലേ, നമുക്ക് വിവരമില്ലാത്ത. അങ്ങ് ചെന്നാൽ മതി, വിവരമില്ലാന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ പിള്ളേരെ അള്ളാഹിൻ്റെ ദീൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ പിള്ളേർ കൊല്ലൂന്നും തല്ലൂന്നും അറിയാൻ പാടാത്ത ഏത് തന്തയും തള്ളി ഈ നാട്ടിലുള്ളത് അറിയാം. എൻ്റെ ബഹുമാനികളെ, ബാങ്കടപാട് പലിശ തനിച്ച ഹറാമാണ്, പന്നിയിറച്ചി തിന്നുന്നതിനേക്കാളും കടുപ്പമാണെന്ന് അറിയില്ലാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അറിയാം. ബീഡി ലഹരിയാണ്, പുകല ലഹരിയാണ്, പാൻ മസാല ലഹരിയാണ്, പാൻപിരാഗ് ലഹരിയാണ്, ബ്രൗൺ ഷുഗർ ലഹരിയാണ്, എല്ലാം കള്ളിൻ്റെ സ്ഥാനത്താണ്. അറിയാൻ പാടാത്ത ആരാ ഉള്ളത്? പണ്ടിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത്. അപ്പോൾ സ്ഥലം ഏതാണെന്ന് ഇപ്പോൾ പറയില്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ ചെവിയിൽ പറഞ്ഞുതരാം. ആ നാട്ടിലും എൻ്റെ മാവിലേരെ നിക്കിരിക്കാൻ വന്നവരും കള്ളുപിടിച്ചിട്ട് വരുള്ളൂ. ഒരു നാടിനെ പറ്റി കുറേ മുമ്പ് ഇങ്ങനെ പറയണതാ. ആ നാട്ടിൽ നിക്കിരിക്കാൻ എല്ലാവരും വരും, പക്ഷേ കള്ളു കുടിച്ചിട്ട് വരെങ്കിലും ഒരു നിക്കിരിക്കും. ഇപ്പം എൻ്റെ ബഹുമാനികളെ, നമ്മുടെയൊക്കെ പള്ളികളുടെ അവസ്ഥ എന്താ? നിസ്കാരം കഴിഞ്ഞും കൂടെ ഇറങ്ങിയാൽ അതേ പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടാ പോയി പറഞ്ഞത്. ഇത് കള്ളല്ലേ? ഇത് കുല്ലു മുസ്കിരിൻ ഖംറും വകുല്ലു ഖംറിൻ ഹറാം നബിയനാ റസൂലുള്ളാഹി. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം കള്ളാണ്, എല്ലാ കള്ളും ഹറാമാണ്. ലഹരി ഉണ്ടാക്കുന്നത് സമയത്ത് കിട്ടാതെ വന്നാൽ ഒരു അസ്വസ്ഥത, അതാണ് ലഹരി എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മഗ്‌രിബ് ബാങ്കൊക്കെ വിളിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ റമദാൻ മാസത്തിൽ? മുല്ലാക്ക അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഹാൽ എന്താണെന്നറിയോ? മുന്തിരി അവിടെ ഇരിപ്പുണ്ട്, കാരക്ക അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇടയത്താൻ കുടിച്ചപ്പോൾ ഒന്ന് വലിച്ചാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അതെന്താ? സമയം കഴിഞ്ഞിരിക്കുക. എൻ്റെ പൊന്നാര ഹബീബെ, ബീഡി ലഹരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞു തന്നെ. അല്ല, ഞാൻ ചുമ്മാ ഒന്ന് ചോദിക്കട്ടെ, എടാവേ, ഓ ബസ്ന്ന് കുടൽ കരിഞ്ഞു മണം വരുവാളടങ്ങതി. അതെ, ആ ഒരു ബീഡി കട്ടി. അല്ല, നിങ്ങളാരെങ്കിലും ഉണ്ടോ അങ്ങനെ വിശന്ന് കുടൽ കരിഞ്ഞിട്ട് അത് മാറാൻ വേണ്ടി വീഡിയോ അടിച്ചു വിളിക്കുന്നവർ? ഓ എൻ്റെ പൊന്നാര ഹബീബെ, ദാഹിച്ചിട്ട് യാതൊരു വൃത്തിയില്ല, ഒരു സീറ്റ് കട്ടി. അല്ല, അങ്ങനെ വല്ലവരും ഉണ്ടോ ഇതിനകത്ത്? പിന്നെ എന്തിനാ പറ? അതേ പറഞ്ഞ ലഹരിന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇത് അറിയില്ലാണ്ടാ പോയി കാണിച്ചോണ്ട് നടക്കണത്? അതാ പറഞ്ഞ നമ്മളൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ വർത്താനുണ്ട്. നമ്മളൊക്കെ വിവരമില്ലാത്തവരല്ലേ, പാവങ്ങളല്ലേ. മൊയ്യാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. നമ്മളെയൊക്കെ അള്ളാഹ് വെറുതെ വിടും. ചെന്നാൽ വെറുതെ വിടാം സജ്ജിയായിട്ട്. ഇതൊന്നും നടക്കൂല. അറാബി എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ ആളാ. കണ്ടാ, യാതൊരു ബന്ധവും മനുഷ്യനുമായിട്ട് അയാൾക്ക് കിട്ടണില്ല, അങ്ങനെയുള്ളൊരു പാവം. പക്ഷേ മലയുടെ ഉള്ളിൽ നിന്ന് ആ പാവപ്പെട്ടവൻ ഓടി ഇലാ ഹളറത്തി റസൂലില്ലാഹ്, തങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ടൊരു സങ്കടം പറയുകയാണ്. ഈ സങ്കടം ഒന്ന് കേട്ടോ കേട്ടോ. ഇനി ആ അഴറാബിയുടെ സ്ഥാനത്ത് നിങ്ങളെല്ലാവരും ഒന്നാവ്, ഒരു ഇത്തിരി നേരത്തേക്ക്. നബി തങ്ങളുടെ മുമ്പിൽ നമ്മളും ചെന്നിരിക്കുകയാണ്. അഴറാബി നബിയോട് പറയുന്നു, പൊന്നാര നബിയേ, 5 നേരത്തെ ഫർള് നമസ്കാരം ഞാൻ നിർവഹിക്കുന്നവനാ, സുന്നത്തൊന്നും ഞാൻ എടുക്കാറില്ല നബിയേ, അതൊന്നും എനിക്ക് അറിയില്ല, ചെയ്യാനുള്ള അവസരവുമില്ല. അവിടെ നിന്നും അവിടുത്തെ സഹാബാക്കളും ധാരാളമായി സുന്നത്ത് നമസ്കരിക്കുന്നവരാണല്ലോ റസൂലേ. ഒന്നാമത്തെ പരാതി ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഈ പരാതി പറയാൻ പറ്റിയ ആൾക്കാർ ഇവിടെ ഇല്ലേ? ഉണ്ട്. എത്രയോ സുന്നത്തുണ്ട്. ളുഹാവുണ്ട്, റവാത്തിബുണ്ട്, ഇഷ്റാഖുണ്ട്, തഹജ്ജുദുണ്ട്, തസ്ബീഹുണ്ട്. എന്തോ ഒരു സുന്നത്ത് നമസ്കാരങ്ങളാ. എൻ്റെ ഭാവിയിലേറെ ഈ അറാബി പറഞ്ഞ പോലെ തന്നെ ഞാനും അൽഹംദുലില്ലാഹ് ഫർള് നിസ്കാരമൊക്കെ കൃത്യമായിട്ട്. എനിക്ക് സുന്നത്ത് വേണ്ടാഞ്ഞിട്ടല്ല മൈലാരെ, കട തുറന്നിട്ടാണ് ഞാൻ നിക്കരിക്കാൻ വന്നത്. സലാം വീട്ടിൽ കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ എഴുന്നേറ്റ് ഓടിപ്പോവാൻ. എനിക്ക് ദുആയിനോട് എതിരുണ്ടായിട്ടൊന്നുമല്ല. പോണ വഴിക്കാണ് ഞാൻ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി പറഞ്ഞുകൊണ്ട് പോണത്. കാരണം എന്താണ്? കടയിൽ ആളുകൾ വന്ന് കാത്തു നിൽക്കുക ബാവുസിലാര്. അതുകൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തിരക്കായിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഫർള് നമസ്കാരം മാത്രമേ ഞാൻ നിർവഹിക്കുന്നുള്ളൂ. എത്രയോ പാവങ്ങളുണ്ട് ഇവിടെ ഇരിക്കുന്നവർ, അങ്ങനെ പറയാൻ പറ്റുമൊരു. അപ്പുറത്തുകൊണ്ട്
അവിടെ പ്രസംഗം കണ്ടോണ്ടിരിക്കണവരുമുണ്ട്. അവർക്കെന്താ പറയാനുള്ളത്? കുഞ്ഞിനെ തൊട്ടിയിലിട്ടിട്ടാണ് വാമസിലാരെ നിസ്കരിക്കാൻ കയറിയത്. അത്തയ്യാത്തിലിരുന്നപ്പോഴത്തേക്കും കുഞ്ഞ് കരയാൻ തുടങ്ങി. പെട്ടെന്ന് സലാം വീട്ടി കുപ്പായമൂരി പുള്ളേനെ എടുത്തു. സുന്നത്ത് നിസ്കരിക്കാറില്ല വാമസിലാരെ. എത്രയോ പെങ്ങന്മാരുണ്ട് അങ്ങനെ പറയാൻ പറ്റിയൊരു. ഒന്നാമത്തെ സങ്കടം. രണ്ടാമത്തെ സങ്കടം, അല്ലാഹുവിന്റെ നബിയേ, സക്കാത്ത് കൊടുക്കാൻ എനിക്ക് സ്വത്തില്ല റസൂലല്ലാഹ്. ഞാൻ വല്ല സദഖകളൊക്കെ കൊടുക്കാറുണ്ട് നബിയേ. അവിടുത്തെ സഹാബാക്കളൊക്കെ എത്രയോ സക്കാത്തും സദഖയും കൊടുക്കുന്നവരാ റസൂലുള്ളാഹ്. രണ്ടാമത്തെ സങ്കടം. ഈ ഇരിക്കുന്നതിൽ എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ. കൊല്ലം തികയുമ്പോൾ സ്വത്തെല്ലാം കണക്കൂട്ടി 2.5% സക്കാത്ത് കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ബെർലിലുണ്ടാവുന്നവരുണ്ടാവുള്ളൂ. പക്ഷേ സദക്ക കൊടുക്കുന്നവരുണ്ടാവും. എന്താ? ഇന്ന് 100 രൂപ കിട്ടി, എന്തെല്ല 50 രൂപ വീട്ടിലേക്ക് പിള്ളേർക്ക് അരി സാധനമൊക്കെ മേടിച്ചു, 25 രൂപ എക്കടയിൽ വെച്ചു, 25 രൂപ അവിടെ ഒരു പാവപ്പെട്ടവനെ കണ്ടപ്പോൾ അങ്ങോട്ട് കൊടുത്തു. ഇതിൻ്റെ ഒരു സദക്ക എന്നാണ്. ഇങ്ങനെ കൊടുക്കുന്നവരാ ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനവും. സക്കാത്ത് കൊടുക്കുന്നവർ വളരെ കുറച്ചുള്ളൂ. കാരണം എന്താ? ഇല്ല. മൂന്നാമത്തെ സങ്കടം, അല്ലാഹുവിന്റെ നബിയേ, അറാബി സങ്കടം പറയാണ്. അല്ലാഹുവിന്റെ നബിയേ, റമദാൻ മാസത്തിലെ നോമ്പല്ലാതെ മറ്റൊരു സുന്നത്ത് നോമ്പ് ഞാൻ എടുക്കാറില്ല റസൂലുള്ളാഹ്. എന്താ? നിങ്ങളും അങ്ങനെ പരാതി പറയുന്നവരായിരിക്കുന്നവരിൽ നല്ലൊരു ശതമാനവും റമദാൻ 1 മുതൽ 30 വരെ ഓക്കെ 30 ദിവസം നോമ്പാണ്. പിന്നെ സുന്നത്തൊന്നും എടുക്കാറില്ല. എത്രയോ സുന്നത്ത് നോമ്പുണ്ട്. ശവ്വാലിലെ സുന്നത്തുണ്ട്, അയ്യാമുൽ ബീദിലുണ്ട്, അറഫായിലുണ്ട്, എത്രയോ സുന്നത്തുണ്ട് ബഹുമാനികളെ. ആഷൂറ ഉണ്ട്, താഷൂറ ഉണ്ട്, എത്രയോ സുന്നത്തുകളുണ്ട്. ഇതൊന്നും എടുക്കാറില്ല. അറാബി പറഞ്ഞതുപോലെ തന്നെ. അഞ്ചാമത്തേത് അല്ലാഹുവിന്റെ നബിയെ. നാലാമത്തേത് അല്ലാഹുവിന്റെ നബിയെ, ഹജ്ജ് ഉംറ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല റസൂലുള്ളാഹ്. അവിടുന്ന് സഹാബാക്കളും എത്രയോ ഉംറ ചെയ്തു നബിയെ. ഹജ്ജ് ചെയ്തിട്ടുണ്ടല്ലോ റസൂലേ. അങ്ങനെ പരാതി പറയാൻ പറ്റിയവർ ഇവിടെ അധികം ഇരിക്കുന്നുണ്ട്. പോകാൻ വലിയ ആശയുണ്ട് വംശിലേറെ, പക്ഷേ നിവൃത്തിയില്ല, വഴിയില്ല, സമ്പത്തില്ല, സൗകര്യങ്ങളില്ല, പരാതി. അപ്പം ആകെ ഇപ്പം എന്താ ഉള്ളൂ? അറാബിക്ക് 5 നേരത്തെ നിസ്കാരമുണ്ട്, റംസാൻ മാസത്തിലെ നോമ്പുണ്ട്. ഇനി ഇയാൾക്ക് അറിയേണ്ടത് എന്താണെന്നറിയോ? നാളെ മഹ്ശറയിൽ ഞാൻ ആരോടൊപ്പമാണ് റസൂലുള്ളാഹ്. ഇതാ അറിയേണ്ടത്, വേറെ ഒന്നും അറിയാനില്ല. മഹ്ശറയിൽ ഞാൻ ആരോടൊപ്പമാണ് നബിയേ? അന്ത മഅിയ കമാ ഖാല റസൂലുള്ളാഹി. നാളെ മഹ്ശറയിൽ നീ എന്നോടൊപ്പമാണെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചോ? അതേ ഉറങ്ങുവാണോ? ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങുക, അല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയും സൗകര്യമായിട്ട് കട്ടൻ ചായ കൊടുത്തിട്ട് പിന്നെ ഉറങ്ങുവാണെങ്കിൽ പിന്നെ അതിനെ അള്ളാഹ് ഉണ്ടാക്കിയേക്കുന്നത് ഇവിടെ നിന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് അതിൻ്റെ പണി നടത്തട്ടെ. അതിനെ ഇനി എടുപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഉറങ്ങിക്കോട്ടെ. ആ പെണ്ണുമ്പിള്ളയുടെ കാര്യം ഉറങ്ങിയ സൗകര്യം വരെ അവിടെ നിന്ന് ഉറങ്ങിക്കോട്ടെ. അനക്കണ്ട, കൂർക്കം വലിക്കണ്ടല്ലേ, സാരമില്ല, അടിക്കട്ടെ. ഈ മൊയിലാർ ഇതിൻ്റെ കാര്യം തുടങ്ങിയത് കണ്ടത് എങ്ങനെയുള്ളത്? അതാണ് മൊയിലാരുടെ കറാമത്ത്. ഉണ്ടാവും വിമിലെ സാധാരണ മൊയിലാറല്ല. ആ പെണ്ണുങ്ങളുടെ ഇടയിലിരുന്ന് ഉറങ്ങണ പെണ്ണിനെ കാണും. ഉണ്ടാവും. അതാണ്. അപ്പോൾ പടച്ചവനെ തുറന്ന സദസ്സ റബ്ബേ, മഞ്ഞ് കൊണ്ടതിൻ്റെ പേരിൽ, ഉറക്കം ഒഴിവാക്കിയതിൻ്റെ പേരിൽ, ഒരേ ഒരു ഇരുത്തം ഇരുന്നതിൻ്റെ പേരിൽ എന്തെല്ലാം ക്ഷീണങ്ങളും രോഗങ്ങളും തടസ്സങ്ങളും വരാൻ സാധ്യതയുണ്ടോ അതൊന്നും അല്ലാഹുവേ ഈ അമലിൻ്റെ മഹത്വം കൊണ്ട്, ഈ ഭവനത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ ഇവിടെ ഇരിക്കുന്ന നിൻ്റെ അടിയാറുകൾക്ക് ആർക്കും വന്ന് പെടാതെ കാക്കണേ തമ്പുരാനെ. പകലും പന്തിയോളം പണിയെടുക്കണ പാവങ്ങളായിരിക്കണേ, അല്ലാണ്ട് AC-യിൽ നിന്ന് ഓഫീസിൽ നിന്ന് പണിയെടുക്കണവരല്ല. അവനക്കിപ്പോൾ എത്ര വിളിയോടൊന്നുമില്ല അവിടെ വന്നിരിക്കാൻ. പകലന്തിയോളം പണിയെടുക്കണ പാവങ്ങളായിരിക്കണമൊക്കെ. പടച്ചവനെ ഒരു പണിക്കും തടസ്സം വരുത്താതെ കാക്കണേ അല്ലാഹ്. വല്ല രോഗങ്ങളെ കൊണ്ടും വേദനിക്കുന്നവരാണെങ്കിൽ ഈ ഇരുത്തത്തിൻ്റെ മഹത്വം കൊണ്ട് അല്ലോ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് റബ്ബേ, മുആഫിയാണ് റബ്ബേ, ആ രോഗത്തിന് പരിപൂർണമായ മോചനം കൊടുക്കണേ തമ്പുരാനെ. ഇതൊരു വലിയ അമല ബഹുമാനികളെ. അൽഹംദുലില്ലാ. ആരും എഴുന്നേറ്റില്ല, എല്ലാവരും സഹകരിക്കേണ്ടത് ശ്രദ്ധിച്ചോ. ഞാൻ ഇതൊന്നും കൂടെ അവിടെ പറഞ്ഞിട്ട് ഇപ്പം 2-3 പ്രാവശ്യം ഇയാൾ സലാത്തിൽ നിന്ന് ഇത്തവണത്തേൽ തീർത്തോളാം കേട്ടോ. ഇത് ലാസ്റ്റാ. കാരണം ഇനി നിങ്ങൾക്ക് വേറെ സംശയമില്ല. മൂന്നാമത്തെ സംശയത്തിലേക്ക് അപ്പം നമ്മൾ എത്തിച്ചാണ്. ഇനി വേറെ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. ഒന്നാമത്തേത് ഈ കേട്ടത് മതിയെന്ന് പറഞ്ഞു, അപ്പം അതിന് തെളിവ് കൊണ്ടുവന്നു. രണ്ടാമത്തേത് ഈ 4 മൃഗം ഏതാണെന്നുള്ളത് പറഞ്ഞു, അതിൻ്റെ സംശയം ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അത് തീർന്നാൽ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ. അപ്പം ആകെ ഇപ്പം ഇയാൾക്ക് ഇത്രയേ ഉള്ളൂ അമല്. എന്താ? 5 നേരത്തെ നിസ്കാരമുണ്ട്, റമദാൻ മാസത്തെ നോമ്പുണ്ട്, വേറെ ഒന്നും. എത്രയോ ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ളവർ, ഇവിടെ ഉള്ളവർ, ഇങ്ങനെ പറയാൻ പറ്റുമൊരു. ഇയാൾക്ക് അറിയേണ്ടത് എന്താ? ഞാൻ നാളെ മഹ്ശറിൽ ആരോടൊപ്പമാണ്? തങ്ങളുടെ മറുപടി ഒരു വല്ലാത്ത മറുപടി ആയിപ്പോയി. നീ എന്നോടൊപ്പമാണെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി.
കേൾക്കാനുള്ള ആർത്തി കൊണ്ട് വീണ്ടും ചോദ്യം ആവർത്തിച്ചു, നബിയേ ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നും എനിക്കില്ല റസൂലുള്ളാഹ്. അവിടുന്ന് സഹാബാക്കളും ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ടല്ലോ നബിയെ, ഞാൻ ആരോടൊപ്പമാണ് റസൂലുള്ളാഹ്? നീ എന്നോടൊപ്പമാണ്. രണ്ടാമതും ആവർത്തിച്ചു. കേൾക്കാനുള്ള ആർത്തി. ചോദ്യം ആവർത്തിച്ചപ്പോൾ മൂന്നാമതും പറഞ്ഞു, നീ എന്നോടൊപ്പമാണ്, നിന്റെ 4 അവയവങ്ങളെ നീ സൂക്ഷിച്ചാൽ. അതാണ് ആ കൊടുത്തത്. 4 അവയവത്തെ സൂക്ഷിച്ചാൽ ഇത്ര മതി. ഇത്രയും ചെയ്തിട്ട് ഈ 4 അവയവത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ 4 അവയവങ്ങൾ നിന്റെ പിടിമൃഗമാണ്. നിന്റെ നമസ്കാരത്തിനെ 4 അവയവങ്ങൾ നശിപ്പിക്കുന്നതാണ്. നിന്റെ നോമ്പിനെ 4 അവയവങ്ങൾ നശിപ്പിക്കുന്നതാണ്. അതാണ് ഖൗലാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തത്. 4 വശത്ത് നിൽക്കുന്ന മൃഗങ്ങൾ, ആ മൃഗത്തിനെ ഭയപ്പെട്ടോളണം. 4 അവയവത്തെ സൂക്ഷിച്ചാൽ. ഇനി എൻ്റെ സംസാരം ആരോടാണെന്നറിയോ? ഈ നിസ്കരിക്കുകയോ നോമ്പ് പിടിക്കുകയോ ചെയ്യുന്ന പാവങ്ങളോടാണ്. നമ്മളൊക്കെ അത്തരക്കാരിൽപ്പെട്ടവരാണ് ഇരിക്കുന്നവർ മൊത്തം. മറ്റുള്ളവരോട് എനിക്ക് വഴലില്ലെന്ന്, ഇന്നെന്നല്ല വഴലില്ല. കലങ്കേലൊക്കെ ഇരിപ്പുണ്ടാവുമല്ലോ, വേറെ എന്തെങ്കിലും വലിയൊരു പറയുന്നു, വേറെ ഒന്നുമില്ല. നിസ്കരിക്കോ നോമ്പ് പിടിക്കുന്നവരോട് മാത്രമുള്ള വഴലാണ് ഈ പറയാൻ പോണത് കേട്ടാ. നമ്മുടെ ഈ നിസ്കാരം നമുക്ക് മതി, നമ്മുടെ നോമ്പ് മാത്രം നമുക്ക് മതി. നമ്മുടെ 4 അവയവങ്ങളെ സൂക്ഷിച്ചാൽ ഒന്നാമത്തെ അവയവം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, നാവാൻ. നിന്റെ നിസ്കാരത്തിനെ നശിപ്പിക്കുന്നത്, നിന്റെ നോമ്പിനെ നശിപ്പിക്കുന്നത്. ബഹുമാനികളെ, എല്ലാ വെള്ളിയാഴ്ചകളിലും പരിശുദ്ധമായ ഹറമൈൻ അടക്കമുള്ള മിമ്പറുകളിൽ, മക്കയിലും മസ്ജിദുൻ നബവിയിലും എല്ലാ മിമ്പറുകളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇത്തഖുല്ലാഹ് ഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. മനുഷ്യരെ, സത്യവിശ്വാസികളെ, നിങ്ങൾ നല്ല വർത്താനം പറയണം. എത്രയോ കാലമായി ബഹുമാനികൾ ആവർത്തിക്കുകയാണ്, ഏത് മിമ്പറിലും, എല്ലാ വെള്ളിയാഴ്ചയും. സത്യവിശ്വാസികളെ, നിങ്ങൾ നല്ല വർത്താനം പറയണം. ഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. നല്ല വർത്താനം പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനം അല്ലാഹു നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല മാപ്പാക്കി തരും. ഇത് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശമാണ്. ഇതിനെ നിങ്ങൾ ആരെങ്കിലും നടപ്പിലാക്കിയാൽ ഫഖദ് ഫാസ ഫൗസൻ അളീമാ, ഉന്നതമായ വിജയത്തിന്റെ വക്താക്കൾ നിങ്ങളായി. ഇതെല്ലാ വെള്ളിയാഴ്ചയും കൊടുക്കുകയാണ്. ബഹുമാനികളെ, നാക്ക് നമ്മുടെ നിസ്കാരങ്ങളെയും നാക്ക് നമ്മുടെ നോമ്പുകളെയും നിമിത്തങ്ങൾ പഠിപ്പിക്കുക. ഏറ്റവും ശക്തമായ 2 അസ്ഥിക്കുള്ളിൽ അല്ലാഹു തആല സൃഷ്ടിച്ച ഈ അവയവം കൊണ്ട് നിങ്ങൾ എന്നോട് പാപം ചെയ്യില്ല എന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നാൽ അളമൻ ലഹുൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ വാക്ക് നേരം വെളുക്കുമ്പോൾ കയ്യും കാലും മൂക്കും നാക്കും ഒക്കെ ഇതിനോട് ആവശ്യപ്പെടുകയാണ്. നിമിത്തങ്ങൾ പറയാണ്, നീ ഞങ്ങളെ അദാബിലാക്കരുത്, നീ ഞങ്ങളെ അദാബിലാക്കരുത്. കയ്യും കണ്ണും ചെവിയും കാലും എല്ലാം നാവിനോട് ആവശ്യപ്പെടുകയാണ്. എന്താ ലാക്കിലാക്കൽ? എന്താ? ആരെങ്കിലും പാവപ്പെട്ടവങ്ങളോട് വരുമ്പോൾ എന്ത് എന്താ വാപ്പാടയാ, ഇത് വാപ്പാടയാന്ന് അങ്ങോട്ട് പറഞ്ഞു. മറ്റവൻ കയ്യും പൊക്കൊണ്ടൊരു ഒറ്റ അടിയാ ചവിട്ട് വിട്ടിട്ട് ചെവി പൊട്ടി. ഈ മൂപ്പലെയാ നേരെ അത് പറഞ്ഞുകൊണ്ട് എ സിയിലേക്ക് കയറും. ഉണ്ടാവും, മൂപ്പർക്കൊന്നും പറ്റൂല. ഇതാണ് ഈ സാധനം. കടിഞ്ഞാണില്ലാത്ത കുതിരയാന്നാ മഹാന്മാർ പഠിപ്പിച്ചെന്നെ. കടിഞ്ഞാലില്ലാത്ത കുതിരയ്ക്ക് ഇന്ന സ്ഥലത്ത് കയറി വേണമെന്നില്ല, കാണോടത്തിലൊക്കെ കയറി മേയും. അതാണ് ഈ സാധനം ഉണ്ടാകും. വാളുകൊണ്ട് വെട്ടുന്ന മുറിവിൻ്റെ കല മായും, നാക്കുകൊണ്ട് വെട്ടുന്നത് മായൂല എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. എന്താ ഇതുകൊണ്ടിട്ട് മൊത്തം നശിപ്പിച്ചോളൂ. 4 മണിക്ക് പള്ളിയിൽ വരും. 4 മണിക്ക്, ഇവിടുത്തെ കാര്യം പറയല്ല. 4 മണിക്കും കൂടെ വന്നിട്ട് ആ ഹൗല് ഇളക്കിയ ഒന്നു എടുക്കണം. ഒരരിയിൽ നിന്ന് മതിയായിരിക്കും ഒന്നു എടുത്താൽ മതി. അത് ഒതുവിൻ്റെ തസ്ബീഹൊക്കെ പറഞ്ഞാൽ എന്തോ ഒച്ചയ്ക്കാന്നറിയോ? എന്തിനാ? ആ മൈലാരെണിക്കാൻ വേണ്ടിയാ. അങ്ങനെ ഉറക്ക ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് പടിഞ്ഞാട്ടിരിഞ്ഞെന്ന് അശ്വതുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദുആയൊക്കെ അങ്ങോട്ട് ചൊല്ലി ആ ഉസ്താദ് കിടക്കണ വാതിലിൻ്റെ മുമ്പിൽ വന്നിട്ട് ഉസല്ലി സുന്നത്ത് തഹജ്ജുദ് റക്അത്തൈനി അല്ലാഹു അക്ബർ എണിക്കാൻ വേണ്ടിയാ. അങ്ങനെ ഇതൊക്കെ നിസ്കരിച്ച് അതിൻ്റെ ചെമ്പരപ്പൊടി ഇട്ടിരുന്നിട്ടൊരു 100 സലാത്തും കൂടിയില്ലേ. നല്ല ഉറക്കിയല്ലാണ്. എന്നിട്ടും മുസ്ലിയാർ എണിക്കല്ല കേട്ടോ. ഉസ്താദേ, ആരാ?
ഞാൻ സൈതാലിയൻ. സൈതാലിക്ക എത്രയായി സമയം? എത്രയായി സമയം? 5:15 സാർ. ബാങ്ക് എത്രയിനാ? 5:40. അല്ലെങ്കിൽ 5:35. അങ്ങനെ ഉസ്താദ് എഴുന്നേറ്റു പോയി, കാര്യങ്ങളൊക്കെ നടത്തി, ഒളുവൊക്കെ എടുത്ത് വന്നു. ഉസ്താദ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു, ദുആയൊക്കെ ചെയ്തു. ഉസ്താദ് ചെല്ലാനുള്ള ദിക്റുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കായി. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇയാൾ അവൽ പിന്നെ മുമ്പിലത്തെ സഫിൽ തന്നെ വലത്തെ സൈഡിലൊക്കെ ഒന്ന് നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞ് നേരെ ആ ചായക്കടയിലേക്ക് ഇറങ്ങി. ഇവിടുത്തെ പള്ളിയുടെ മുമ്പിലുള്ള ചായക്കട അല്ല കേട്ടോ, ഞാൻ ഇതിലെ യാത്ര പോണ ആളാണ്. മിക്കപ്പോഴും വണ്ടിയിൽ ഒറ്റയ്ക്കാണ് പോക്കേ. അങ്ങനെ ആ ചായക്കടയിലേക്ക് അവിടെ വന്നിട്ട് അപ്പോൾ അവിടെ കോരപ്പനുണ്ട്, കുഞ്ഞാരായണനുണ്ട്, സൈതാലിയുണ്ട്, മമ്മൂഞ്ഞുണ്ട്, കാതിരൂഞ്ഞുണ്ട്, എല്ലാവരും ഉണ്ട്. കാതിരൂഞ്ഞേ ഞാൻ 4 മണിക്ക് എന്നിട്ട് മൊയിലാരണിച്ചിട്ടുള്ളടാ? ഇല്ല അല്ലേ? പിന്നെ ഞാൻ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു, എന്നിട്ട് എണീക്കണില്ല. പിന്നെ 100 സലാത്തും കൂടി ഇല്ലേ, എന്നിട്ട് മൊയിലാരണിക്കണില്ല. പിന്നെ ഞാൻ ബാദലിൽ പോയി മുട്ടിയപ്പോഴാ അങ്ങനെ എണീക്കണേ. കോയാനെ ഒരു ചായ മണി കാട്ടിക്കടാ, ഒരു ഡബിൾ സ്ട്രോങ്ങിൽ. ഇത് ഓരോന്ന് തീരുമ്പോൾ ചായ ഇങ്ങനെ കുട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാ എൻ്റെ ബഹുമാനികളെ. 4 മണിക്ക് മഞ്ഞത്ത് എഴുന്നേറ്റ് നടന്നത് പോയി, ആ ഹൗലിലെ വെള്ളം കോരി തലയെ കൂടെ ഒഴിച്ചത് പോയി, അവിടെ കിടന്ന് തലയും കുത്തി മറിഞ്ഞത് പോയി, ഈ തൊണ്ട ഇടറി ഈ 100 സലാത്തി ഇത് പോയി, ഒക്കെ കളഞ്ഞു. ആര് കളഞ്ഞു? ഈ സാധനം കളഞ്ഞു. ചുമ്മാതല്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിദ്ദീഖുൽ ചരൽക്കല്ല് കഴുകിയെടുത്തിട്ട് വായിലേക്ക് ഇടുന്നതിനാ ഈ മൂപ്പര അനങ്ങാണ്ടിരിക്കാൻ. ഇതിനെ സൂക്ഷിക്കണമെന്ന് മൊത്തം തകർത്തളയും. ചായക്കടയിൽ ഇങ്ങനെ കട്ടൻ ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാനില്ലാണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുക. അപ്പോഴാണ് വലിയ കാറിലൊരു മുതലാളിയും കൂടെ വന്നിട്ട്, ഒരു കുപ്പി ഡ്രിങ്കിങ് വാട്ടർ എടുത്തോ, എന്നാ 100 രൂപ. ബാക്കിയൊന്നും വേണ്ട, അതൊക്കെ കാക്കെടുത്തോ. അപ്പോൾ കട്ടൻ ചായ കുടിച്ചിട്ട് കാശ് കൊടുക്കാനില്ലാണ്ട് ആ പിന്നെ പീഡിയത്തിൻ്റെയൊക്കെ ഇരിക്കും നമ്മുടെ അന്തറു. എടാ ഗോയാനെ, ഈ പൈസ ബാക്കി മേടിക്കാണ്ട് പോയ ഈ കാറ് മുതലാളി ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. അല്ല മനസ്സിലായി. ഏതാ? അതാണ് ഇബ്രാഹിമിൻ്റെ ഇളയിറക്കല്ലേ? ഇബ്രാഹിമിൻ്റെ ഇളയിറക്കണൊക്കെയാ. അവന് കാറ് മുതലാളി ആയത് എങ്ങനെയാന്ന് നിനക്കറിയോ? ഇല്ല. ഇനി വാ, ഇവിടെ ഇരി, തൂത്തിരുത്തും അടുത്ത്. എടാ 4 കൊല്ലം മുമ്പ് അവൻ വീട്ടിൽ കയറി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കാക്കാ ബാപ്പ സുഖമില്ലാണ്ട് എടുക്കുകയാണ്, ഉമ്മാക്ക് ബലിവാണ്, പെങ്ങന്മാരെ 3 പേരെ ഒറ്റ പന്തൽ കെട്ടിക്കാറിയ അവസ്ഥയിലിരിക്കുകയാണ്, ഞാൻ ഒറ്റ ഒരാളെ ഉള്ളൂ, എനിക്കൊരു1000 രൂപ കടം തന്നെ. എന്തിനാടാ? ഈ പിന്നെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ബസ്സേക്കൂടെ കയറി കിടന്ന് ഓറഞ്ച് വയ്ക്കാനാണ്. ഒരു 1000 രൂപ തന്നെ. ഇൻഷാ അല്ലാഹ് ഞാൻ തിരിച്ചു തന്നേക്കാൻ വലിയ താമസമില്ല. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പെരക്കകത്ത് നിന്ന് മേശ പറഞ്ഞ ഒരു 1000 രൂപ എടുത്തു വന്നിട്ട്, എന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നീ തരണ്ട, ഇതുകൊണ്ട് നീ അവിടെ കച്ചവടം ചെയ്തോ. ആ 1000 രൂപ ഇപ്പം ആ കാറായിട്ട് ഇതിൽ പറഞ്ഞത്. ഒരു ചായ വേണമെങ്കിൽ എടുത്ത് നീ ഉണ്ടോ? ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. പാറപ്പുറത്ത് മണ്ണിട്ടിട്ട് ആ മണ്ണയിലേക്ക് മഴവെള്ളം ചാടിയ എങ്ങനെയാണോ ആ പാറ ക്ലീൻ ആവണ്, അതുപോലെ മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫുഹു ലഹു അദ്ആഫൻ കസീറ. പടച്ചോൻ്റെ ബാങ്കിലേക്ക് നിക്ഷേപിച്ചത് ഇങ്ങനെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് പെരുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതേ ഒറ്റ തട്ട് ഈ സാധനം കംപ്ലീറ്റ് പോയി. ഒരു പ്രത്യേക സുഖം കിട്ടുമെന്ന് പറയുമ്പോൾ, എടാ ആ വിധവ നിൻ്റെ വീട്ടിൽ വന്നായിരുന്നോടാ ഇന്ന് വൈകുന്നേരം? മറ്റാ ലക്ഷം വീട്ടിൽ നിന്ന് വന്ന പെണ്ണുമ്പിള്ളല്ലേ? എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. വന്നൂല്ലേ? എപ്പോഴാ വന്നേ? എൻ്റെ വീട്ടിൽ വന്നപ്പോൾ 4 മണിയായി. വീട്ടിലും വന്നായിരുന്നു. 3 മണിക്ക് വീട്ടിൽ കയറി വന്നു. മോളെ കെട്ടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. എന്തായാലും ഒരു പാവം അല്ലടാ അങ്ങനെ. പിന്നെ സാധു പെണ്ണുമ്പിള്ള, അവൾക്ക് കൊടുത്താൽ കൂലി കിട്ടുന്നതാണ്. ഞാൻ ഒരു 10,000 രൂപ കൊടുത്തു. അത് പറയുമ്പോൾ ഒരു പ്രത്യേക സുഖാ. ആ സംഗതി ആ കൊടുത്തത് അങ്ങോട്ട് പോയി. ഈ സൂക്കേടില്ലേ ബഹുമാനികളെ? ഇല്ലേ? നീ നിക്കരിക്കണ്ടാടാ, നീ നോമ്പ് പിടിക്കണ്ട. നോമ്പിനും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞേ പെരുന്നാളിന്. അൽഹംദുലില്ലാ, പ്രതീക്ഷിച്ച അല്ല 30 തികച്ചു. എന്തായാലും പറ്റിയ ഇൻഷാ അല്ലാഹ് നാളെ ഒക്കെ സുന്നത്തോമ്പും കൂടെ പിടിക്കണം. അപ്പോൾ ആ ചായക്കലെന്ന് പറഞ്ഞപ്പോൾ ഒരു സുഖം കിട്ടി. ഇത് വേട്ടമൃഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ടാ, പിടിമൃഗമാണ്. നിന്റെ നോമ്പ് കളഞ്ഞു, നിന്റെ നിസ്കാരം കളഞ്ഞു. നിസ്കാരത്തിനെയും നോമ്പിനെയും നശിപ്പിക്കുന്ന നാവിനെ നീ സൂക്ഷിച്ചാൽ
നീ എന്നോടൊപ്പം നാളെ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.